ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ കലിയുഗത്തിൻ്റെ യുഗധർമ്മമനുസരിച്ച് ഏറ്റവും പെട്ടെന്ന് മോക്ഷം കിട്ടാനുള്ള എളുപ്പമാർഗത്തിലാണ് സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങൾക്കും പുണ്യാത്മാക്കൾക്കും ഇതുപോലൊരു മഹത്കൃത്യം കാര്യക്ഷമമായി സംഘടിപ്പിച്ച, അതിനുവേണ്ടി അഹോരാത്രം ഈ ഒരു മഹത്തായ ലക്ഷ്യത്തിന് തങ്ങളുടെ വൈയക്തികമായ മോക്ഷത്തിനല്ലാതെ ഈ സമാജത്തിൻ്റെ മുഴുവൻ വ്യക്തികൾക്കും മനുഷ്യരായി പിറന്ന ഈ മോക്ഷപഥത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യമൊരുക്കിയ ഈ മഹാസത്രത്തിൻ്റെ സംഘാടകരായിട്ടുള്ള മുഴുവൻ സജ്ജനങ്ങൾക്കും അതിന് നേതൃത്വം നൽകുന്ന സാരഥികൾക്കും പവിത്രമായിട്ടുള്ള ഈ മാരംകുളങ്ങര ക്ഷേത്രാങ്കണം 42ാമത് ഭാഗവത സത്രത്തിന് വേദിയാക്കാൻ വേണ്ടി അനുഗ്രഹിച്ച നമ്മുടെ പരാശക്തിക്കുമൊക്കെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി മാത്രമായിട്ടുള്ള ഞാൻ നിങ്ങളെല്ലാവരും അറിയുന്നത് തന്നെ ഉള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഈ നിക്ഷിപ്തമായിട്ടുള്ള ഈ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്താണ്. അതിലൊരു ക്ഷമാപണം എനിക്ക് ഏറ്റുപറയാനുള്ളത്, ഈ വേദിയിലിരിക്കുമ്പോൾ സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതാണ്. എങ്കിൽ ഏറ്റവും വലിയൊരു പരമമായ സത്യം നിങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കാതെ, ഇതൊരു ജനകീയ കോടതിയും കൂടിയാണ്. അതാണ് സത്രത്തിൻ്റെ പ്രത്യേകത. ഇത്തരം ഗ്രന്ഥങ്ങളെയും ഭാരതീയ സംസ്കാരത്തിലെ തേജോപുഞ്ചം നടക്കുന്ന മഹത് വ്യക്തികളെയും രാമനെയും കൃഷ്ണനെയും മുഴുവൻ നമ്മളെല്ലാവരും ആരാധിക്കുന്നവരെയും കുറ്റം പറഞ്ഞ് നടന്ന, നഖശികാന്തം അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഭൂതകാലം എനിക്കുണ്ട്. അറിവില്ലായ്മ കൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ടൊക്കെ ചെയ്തു. എൻ്റെ പുസ്തകം കണ്ട സമയത്ത് എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, ഒരു പുതിയ രാമായണം വാങ്ങിച്ചൂടെ? കാരണം ഇതിൻ്റെ പേജുകളും മൂലയൊക്കെ പോയി. അതിനർത്ഥം പുതിയതായിട്ട് വാങ്ങിച്ച രാമായണങ്ങളൊക്കെ പലരുടെയും വീടുകളിൽ ഷെൽഫുകളിൽ വളരെ മനോഹരമായി അത് വെച്ചിട്ടുണ്ടാകാം. പക്ഷേ രാമനെയും അതുപോലെയുള്ള അതിലെ കഥാപാത്രങ്ങളെയും ആരാധ്യമായിട്ടുള്ള അതിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും കുറ്റം പറയാൻ വേണ്ടി ഞാൻ ആദ്യം വാങ്ങിച്ച രാമായണമാണിത്. ഇതാദ്യമായിട്ട് ഞാൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സ് എങ്ങനെയൊക്കെ രാമനെ ഇല്ലാണ്ടാക്കാം, എങ്ങനെയൊക്കെ ഇതിനെ ബത്സിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നെ വായിച്ചിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനായിരുന്നു വിഡ്ഢി. മറിച്ച് ഇത് എഴുതി വെച്ചവർക്കൊക്കെ ഈ മനുഷ്യൻ്റെ കുലങ്ങളെ മുഴുവനും നേർവഴിക്ക് നയിക്കാനുണ്ടായിരുന്ന ശക്തിയുടെ വാക്കുകൾ ഇതിൽ അനുസ്യൂതം പ്രവഹിച്ചിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, ആലപ്പുഴ ഇപ്പോൾ അമ്പലപ്പുഴയിലും ആലപ്പുഴയിൽ തന്നെയാണല്ലോ. അപ്പം അതും കൂടെ പറഞ്ഞിട്ടായിരിക്കും അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഈ കാണുന്ന അച്ചടിച്ച ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ പോലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലാസ്യവും ഭോഗാലസതയും അതുപോലെ സ്വന്തമെന്ന് പറയാൻ 31 അക്ഷരമാലകൾ മാത്രം ഉണ്ടായിരുന്ന കോലെഴുത്തും വട്ടെഴുത്തിൽ നിന്നും വ്യത്യസ്തമായി 51 അക്ഷരങ്ങളുടെയും ലിപി വിന്യാസത്തോടു കൂടി അവയ്ക്കൊക്കെ ലിപിയും പ്രത്യേകമായ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ചില്ലക്ഷരങ്ങളടക്കം കൊടുത്ത്, പണ്ട് നമുക്കതൊന്നും ഉണ്ടായിരുന്നില്ല. മണിപ്രവാള ഭാഷയിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഈ കാണുന്ന രീതിയിൽ മലയാള ഭാഷയെ അറിയുന്നവർക്കൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിൽ, അതുപോലെ ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ അതുപോലെ അനുസ്യൂതമായ വാചകങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രാസങ്ങൾ കൊണ്ട്, അതുപോലെ വൃത്തം ഒപ്പിച്ചുകൊണ്ട് കാകളിയും കളകാഞ്ചിയുമൊക്കെ കൃത്യമായ രീതിയിൽ വിന്യസിക്കാൻ സാധിച്ച മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്നുറപ്പിച്ചു പറയലായിരുന്നു എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ രാമായണം നിത്യജീവിതത്തിൽ എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ
അമ്പലപ്പുഴ ദേവനാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാട്ടുരാജാവിൻ്റെ അടുത്ത് അമ്പലപ്പുഴയിൽ തൊഴാൻ വന്നിരുന്ന ഗുരുവായൂരിലെ ആ പണ്ഡിതന്മാന്യന്മാരുടെ അടുത്ത് ആ സന്ദർഭത്തിൽ തെലുങ്ക് പണ്ഡിതൻ ഒരു ഗ്രന്ഥക്കെട്ട് ദേവനാരായണൻ എന്ന് പറഞ്ഞ രാജാവിനെ കാണുന്ന സമയത്തുള്ള അന്നത്തെ ഔപചാരികതയുടെ പേരിൽ സമർപ്പിച്ചു. രാജാവിനെ കാണുമ്പോഴും രോഗിയെ കാണുമ്പോഴും കുട്ടികളെ കാണുമ്പോഴും വൃദ്ധരെ കാണുമ്പോഴൊക്കെ മുതിർന്നവരെയൊന്നും കയ്യും വീശി കാണാൻ പാടില്ല എന്നൊക്കെ, തൃശ്ശൂരുകാരനാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ അവിടെ അങ്ങനെ മുത്തശ്ശിമാരൊക്കെ പറയും, കയ്യും വീശി ചെല്ലരുത്. അപ്പം രാജാവിനെ കാണുക എന്നുള്ളതൊരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തെലുങ്ക് ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു കൃതി കൊടുക്കുകയുണ്ടായി. അദ്ദേഹം അത് വാങ്ങിച്ചപ്പോൾ ഭാഷ അറിയില്ല. സ്വാഭാവികമായിട്ടും മറ്റു പണ്ഡിതന്മാരുമായിട്ട് ആലോചിച്ച സമയത്ത് പറഞ്ഞു, തെലുങ്ക് അറിയുന്ന പണ്ഡിതനെ കൊണ്ട് ഇതൊന്ന് സംസ്കൃതത്തിലേക്ക് ആക്കി വിവർത്തനം ചെയ്യിക്കണം. രണ്ടാമതും അതൊന്ന് വായിച്ചു കേട്ടാൽ കൊള്ളാം. ഏതാണ്ട് ഒരു മണ്ഡലക്കാലം, ഒരു 40-41 ദിവസത്തിനുള്ളിൽ ഇത് കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായത്തിൽ നിന്നും ആ ഒരു അഭിപ്രായത്തിൽ നിന്നാണ് ഇത് കേട്ട പണ്ഡിതൻ പറഞ്ഞു, അതിനെന്താ സ്വാമി, നമ്മളുടെ ഈ തീർത്ഥാടനങ്ങളൊക്കെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കൂട്ടത്തിൽ അവിടത്തേക്ക് ഭാഷയൊക്കെ പഠിച്ചിട്ടുള്ള നമ്മുടെ തുഞ്ചനെ കൊണ്ട് അതങ്ങോട്ട് ചെയ്യിക്കാം. അങ്ങനെ തുഞ്ചത്തിന് അത് കൊടുത്തു. ആ ഗ്രന്ഥം കൊടുത്തിട്ട് പറഞ്ഞതൊന്ന് വിവർത്തനം ചെയ്ത് കിട്ടിയേക്കൊള്ളാം. ആള് നോക്കിയ സമയത്ത് മറ്റൊന്നുമല്ല, ഈ ഗ്രന്ഥം വാൽമീകി രാമായണത്തിൻ്റെ വിവർത്തനമോ ആ രീതിയിലല്ല. മൂലഗ്രന്ഥമായിട്ടുള്ള വാൽമീകി മഹർഷിയാൽ ഉണ്ടാക്കപ്പെട്ട അരുതേ കാട്ടാള എന്ന് ആരംഭിച്ചിട്ടുള്ള ആ തമസാ നദീ തീരത്തെ ക്രൗഞ്ചമിഥുനങ്ങളെ അമ്പെയ്ത് വീഴ്ത്തിയ കാട്ടാളൻ്റെ നിഷ്ഠൂരമായ പ്രവർത്തനത്തിൽ ശോകമൂകമായി ആദ്യം അദ്ദേഹത്തിന് ഉരുവിടാൻ സാധിച്ച അരുതേ കാട്ടാള മാനിഷാദ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്നും അതിനെ അവലംബിച്ചുകൊണ്ട് ബ്രഹ്മാവും നാരദനുമൊക്കെ നല്ലൊരു മനുഷ്യനെക്കുറിച്ച് അന്വേഷിച്ച് നടക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയും ആ നല്ല മനുഷ്യനെ, ധർമ്മിജ്ഞനായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ആ പരിചയപത്രത്തിൽ 15 എണ്ണം ചോദിച്ചു എന്നാണ് വാൽമീകി. പക്ഷേ നാരദൻ പറഞ്ഞത് ഏതാണ്ട് 66 ഗുണങ്ങളുള്ള നരശാർദൂലിനെ കുറിച്ചാണ്. പക്ഷെ ആ ഗ്രന്ഥത്തെ അപ്പടി അധികരിച്ചുകൊണ്ടായിരുന്നില്ല അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിക്കപ്പെട്ടത് എന്ന കാര്യം ഈ സത്രത്തിലുള്ള എൻ്റെ സജ്ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ അറിയുമായിരിക്കാം പലർക്കും, പക്ഷെ അറിയാത്തവരും ഒരുപക്ഷെ വന്നേക്കാം. അതുകൊണ്ടാണ് വർഷം തോറും 4 പതിറ്റാണ്ടുകൾക്ക് ശേഷവും എന്തിനു ഭാഗവത സത്രം. പരീക്ഷിത്ത് രാജാവിന് എത്ര പ്രാവശ്യം ഭാഗവതം കേൾക്കേണ്ടി വന്നു? ഒറ്റ പ്രാവശ്യം. അപ്പൊ സത്യത്തിൽ ഒരു പ്രാവശ്യം കേട്ടാൽ മതി മുക്തി നേടാൻ, അല്ലേ? മരണഭയമില്ലാതെ മരണത്തെ അതിജീവിക്കുന്ന വിധത്തിൽ മരണാനന്തരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ആത്മാവിനെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഈ ശരീരമെന്ന വാഹനത്തിനെ ഒഴിച്ചു നിർത്തി ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി 7 ദിവസം കൊണ്ട് പരീക്ഷിത്ത് രാജാവിന് സംഭവിച്ചതാണ് ഈ ഭാഗവതമെങ്കിൽ എന്തിന് 42 വർഷം സത്രങ്ങൾ നടത്തുന്നു എന്നൊരു ചോദ്യമില്ലേ യുക്തിപരമായി? പക്ഷെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിൽ നോക്കുമ്പോൾ മഹാഭാരതത്തിലെ വനപർവത്തിലെ 20 അധ്യായങ്ങൾ മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിരൻ്റെ ആ പ്രത്യേകമായ ഒരു ആത്മകഥം, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തിനാ ഇങ്ങനെ ജീവിക്കണമെന്ന നിരാശ പൂണ്ടിട്ടുള്ളതിന് ഉത്തരമായി, നീയൊക്കെ എന്താ അനുഭവിച്ചു എന്നാ പറയണ യുധിഷ്ഠിര. അപ്പോൾ പറയണം, എൻ്റെ ഭാര്യ കട്ടുകൊണ്ടുപോയി ജയദ്രഥൻ. അതിനും പിന്നെ അവസാനം എല്ലാവരും കൂടി കൊണ്ടുവന്നു. ഇയാളിതൊരു നിസ്സഹായ അവസ്ഥയിൽ വളരെ നിരാശയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് മാർക്കണ്ഡേയന് പറഞ്ഞത്, എടോ, നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ എന്തൊക്കെ അനുഭവിച്ചിരിക്കുന്ന ആ അനുഭവത്തിൻ്റെ ഒക്കെ മുന്നിൽ നിങ്ങൾ വല്ലത് അനുഭവിച്ചിട്ടുണ്ടോ യുധിഷ്ഠിര എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം ഉപാഖ്യാനമായിട്ട് ഇവിടെ സ്വാഭാവികമായിട്ടും സത്രത്തിൽ അത് ഉണ്ടാവും. അപ്പോൾ അതിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു തെലുങ്ക് കൃതിയുടെ സ്വതന്ത്ര ആവിഷ്കാരം നടത്തി അദ്ദേഹം നടത്തിയതാണ് 9517 ഇതുള്ള ഈ ഗ്രന്ഥം. അപ്പൊ ഇത് അധ്യാത്മരാമായണത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് വാൽമീകി രാമായണത്തിൻ്റെ അല്ല എന്ന് മനസ്സിലാക്കാനും, വേദവ്യാസൻ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ഈ ഉപാഖ്യാനത്തിനെ അധികരിച്ചുകൊണ്ടുള്ളതാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇനി ഭക്തിയാ ഭാഗവതം ജ്ഞേയം, ഭക്തി കൊണ്ട് മാത്രമേ ഭാഗവതത്തെ നമുക്ക് സമീപിക്കാൻ സാധിക്കുള്ളൂ.
ഭക്തിയില്ലാത്തവർ ഈ സത്രവേദിയിൽ ഇരുന്നിട്ട് ഭാഗവതം കേട്ടോണ്ട് വലിയ പ്രയോജനം ഉണ്ട് എന്ന് പറയുന്നില്ല. പണ്ഡിതന്മാർ പിന്നെ പറയുന്നു ഭക്തിയുക്ത്യാച്ച ഭാരതം. മഹാഭാരതം വായിക്കണമെങ്കിൽ ഭക്തി മാത്രം പോരാ, യുക്തി കൂടി അതില് നമുക്ക് സന്നിവേശിപ്പിക്കേണ്ടി വരും. കുറച്ച് ലോജിക്കൊക്കെ നമ്മൾ ചോദിക്കേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ അല്ല എന്ന് ചോദിക്കണം. ഇനിയോ ജ്ഞേയം ഭക്തിയുക്ത്യാ വിഭക്ത്യാശ്ച. അതാണ് രാമായണത്തിന്റെ പ്രത്യേകത. എന്താ? ഭക്തിയുള്ളവർക്ക് ആ രീതിയിൽ അതിനെ ഗ്രഹിക്കാം. യുക്തിയുള്ള ആൾക്കാർക്ക് യുക്തിപരമായിട്ടുള്ള ഭദ്രമായിട്ടുള്ള തരങ്ങളും കാര്യങ്ങളും ലോകോക്തികൾ അതിൽ നിറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് വിഭക്തി, ഒരു ഭക്തിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പുസ്തകം വായിച്ചത് ഒരു ഭക്തിയോടും കൂടിയിട്ട് ആയിരുന്നില്ല. ഇത് പ്രസന്റ് ടെൻസ് അല്ല, പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ള 3 തരക്കാർക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിനെ ആ ഒരു സംഗതി ഉള്ളത്. അതുകൊണ്ട് ജ്ഞേയം രാമായണം സ്മൃതം. അങ്ങനെയാണ് ഈ രാമായണത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കിളിപ്പാട്ട് രൂപത്തിൽ അദ്ദേഹം എഴുതി എന്ന് പറയുന്നു. അന്നത്തെ സാമൂഹിക സാഹചര്യം വെച്ചിട്ട് ഒരു ഗ്രന്ഥം എഴുതാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു സാമൂഹികമായ പശ്ചാത്തലം ശരിയായിട്ട് മനസ്സിലാക്കിയിരുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ ഒരു ശൈലിയിൽ തന്നെ, എന്തിന് നീ എഴുതിയെന്ന് ആരും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും കിളിയാണല്ലോ പാടിപ്പോയത് എന്ന് പറയുന്നത്. കിളി എന്ന പ്രതീകം ശുഗന്റെ പ്രതീകമാണ് എന്ന കാര്യം കൂടി നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ ഭാരതത്തിന്റെ ഇതിഹാസങ്ങളിൽ പ്രഥമമായിട്ടുള്ള രാമായണം ദേശകാലങ്ങൾക്ക് അതീതമായി വർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നിത്യനൂതനത്വമുള്ളത്. അല്ലെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് നിർത്തണമായിരുന്നു. ഇപ്പം എൻ്റെയൊക്കെ മുത്തശ്ശി അമ്മുമ്മ രാമായണം തപ്പിത്തടഞ്ഞു വായിക്കുമായിരുന്നു, ഒരു കട്ടി കണ്ണാടയൊക്കെ വെച്ചിട്ട്. എൻ്റെ അമ്മ അത് വായിക്കും. അതിൽ പറയുന്ന വൃത്തബന്ധങ്ങളോ അല്ലെങ്കിൽ പദച്ഛേദങ്ങളോ ഒന്നും ഒരുപക്ഷെ ഉണ്ടാവില്ലായിരിക്കും. കാരണം അവർ ഗ്രാമീണരായിരുന്നു. അവർക്കറിയുന്ന രീതിയിലൊക്കെ അവർ വായിക്കും. അങ്ങനെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഒരു ഗ്രന്ഥം വായിക്കുകയും വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാവ്യം സുഖേയം കഥ രാഘവീയം എന്ന് വള്ളത്തോളിനെ ഒരു തോണി യാത്രയിൽ ഒരു തോണിയുടെ തട്ടിലിരിക്കുമ്പോൾ ആ മങ്ങിയ ഹാരിക്കൽ ലാമ്പ്, ആ മങ്ങിയ വെളിച്ചത്തിൽ ആ തോണിക്കാരൻ ഭക്തിമയ സ്വരത്തിൽ ഇതിങ്ങനെ പാടുന്ന സമയത്ത് ഇത്രയും മഹാകവിയായിട്ടുള്ള വള്ളത്തോലിന് പോലും ആ തോണി യാത്ര കഴിയണതിനും അക്കരെ കടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഭക്തിമയ സ്വരത്തിൽ ഇങ്ങനെ വായിക്കുന്നു തുഞ്ചത്തിന്റെ ആ എഴുത്തച്ഛന്റെ രാമായണം. അപ്പൊ എന്ത് പറ്റുന്നു? ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണമെന്ന മഹാകവിക്ക് പോലും തോന്നുന്ന വിധത്തിൽ, അവിടെ പണ്ഡിതനല്ല ആ രാമായണം വായിച്ചിരുന്നതെന്നുള്ളത് ആലോചിക്കുക. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് വീട്ടിലിരുന്ന് കുളിച്ച് ഊണൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ വിളക്കൊക്കെ കൊളുത്തി വെച്ച് വായിക്കുകയല്ല. അദ്ദേഹം പണി ചെയ്തുകൊണ്ടിരിക്കുന്നു, കടത്തുകാരൻ. ആ കടത്തുകാരന് പോലും ഇത് ചെല്ലുന്ന വിധത്തിൽ, ആ ചെല്ലുന്നത് കേട്ട സമയത്ത് വള്ളത്തോളിനെ പോലെ രാമായണം ശരിക്കും വിവർത്തനം ചെയ്ത് കൃത്യമായ വ്യാഖ്യാനങ്ങളോടുകൂടി എഴുതിയിട്ടുള്ള ഒരു മഹാകവിക്ക് പോലും ആനന്ദം ലഭിച്ചു എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു സംഗതി അതിലുണ്ട് എന്നുള്ളത് നോക്കണം. അപ്പൊ കൊടിൽ തൊട്ട് കൊട്ടാരം വരെ പ്രചാരം നേടിയൊരു കിളി, അത് പണ്ഡിത പാമര ഭേദമില്ലാതെ നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചു. അന്ന് അച്ചടി ഭാഷയില്ല, എഴുത്തറിയുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. പക്ഷേ കേട്ടുപഠിച്ചു പലരും. ചൂട്ട് കത്തിച്ചുകൊണ്ട്, അന്ന് ടോർച്ചും അതുപോലെ ഇന്ന് ഈ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാതിരുന്ന ഒരു ഗ്രാമീണ കേരളം ഉണ്ടായിരുന്നു. ആ കേരളത്തിൽ ചൂട്ട് കത്തിച്ചു കൊണ്ടുപോകുമ്പോൾ പലരും രാമായണം വായിക്കുന്നത് കേട്ടിട്ട് അവിടെ നിൽക്കും. അങ്ങനെ ചൂട്ട് കെട്ടുപോകും. ഈ ഓല കൊണ്ട് ഇങ്ങനെ വീശി വീശി നടക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതൊന്നും പുതുതലമുറക്ക് അറിയില്ല. ഒരു പക്ഷേ അപൂർവം ചില ആൾക്കാർക്ക് പഴയത് അറിയുമായിരിക്കാം. അവർ നിർത്തും ഇത്, എന്നിട്ട് അത് കേൾക്കും. കേട്ടത് പിറ്റേ ദിവസം മറ്റെല്ലാവരോടും കൂടി പറഞ്ഞ്, പണ്ഡിതനല്ലെങ്കിൽ കൂടി രാമനെ അവർ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യം കേരളത്തിലുണ്ട്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അതൊക്കെ മങ്ങൽ ഏറ്റു എന്ന കാര്യത്തിൽ നമുക്ക് മടിയൊന്നും വിചാരിക്കേണ്ട പറയാൻ. പക്ഷെ ആ സമയത്താണ് 1982 കാലഘട്ടങ്ങളിൽ ചിന്മയാനന്ദ സ്വാമിജിയുടെയും അതുപോലെയുള്ള സ്വാമിമാരുടെയും അവർ തീരുമാനിച്ചു, ഇങ്ങനെ പോയാൽ പറ്റില്ല. കേരളം അതിഭൗതികതയിലേക്കും ആ ലാസ്യത്തിൻ്റെയും ഭക്തി തീരെയില്ലാത്ത മണിപ്രവാളത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുപോയി അനുരാഗമായിട്ടുള്ള കവിതകൾ മാത്രം എഴുതി തീരുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തെ മാറ്റിയെടുത്ത് ഭക്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് തുഞ്ചത്താചാര്യൻ. ആ തുഞ്ചത്താചാര്യൻ അത് ഭക്തിമയ സ്വരത്തിലാക്കി മനുഷ്യനായ വാൽമീകിക്ക് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ധർമ്മം അനുസരിച്ചു കൊടുത്ത മാതൃകാ പുരുഷനെ തേടി പറഞ്ഞ ആ കൃതിയിൽ നിന്നും മനുഷ്യനല്ല ഈശ്വരനാണ് മനുഷ്യനിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച്
ഭക്തിമയ സ്വരൂപത്തിൽ അത് എഴുതിയെടുക്കാൻ സാധിച്ചു. വാൽമീകിയാൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ കാവ്യത്തിലെ ശ്രീരാമചന്ദ്രദേവൻ ആദർശപുരുഷനും ധർമ്മത്തിൻ്റെ മൂർത്തിഭാവമാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് ആരാ പറഞ്ഞത്? രാമനുമായി ബന്ധപ്പെട്ട അനുകൂലമുള്ള ഒരാളും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മാരീചനാണ്. രാമന്റെ ശത്രുപക്ഷത്ത് നിന്ന് യാഗരക്ഷയ്ക്ക് വേണ്ടി ചെയ്തിരുന്ന ബാലകനായിട്ടുള്ള രാമനെ പോലും എതിർക്കാൻ നിന്ന് വിശ്വാമിത്രന്റെ യാഗത്തെ മുച്ചൂട് മുടിക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്നും ആ മാരീചന് കൃത്യമായിട്ട് മനസ്സിലായി രാമൻ ആരാന്ന്. ആ രാമനെ കുറിച്ച് രാവണനോട് പറയാണ്, രാമോ വിഗ്രഹവാൻ ധർമ്മ. അങ്ങനെ വിശേഷാൽ ഗ്രഹിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അതാണല്ലോ വിഗ്രഹം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ആൻ ഐഡൽ. ഇപ്പൊ നമ്മൾ ഐഡൽ വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള ആൾക്കാർ നമ്മളെ കളിയാക്കും. അവരത് തന്നെയാണ് ചെയ്യണേ. മറ്റെല്ലാ രൂപത്തിലും ഒരു പ്രത്യേക കളറിലുള്ള ഒരു തുണി അതിൻ്റെ മുകളിൽ വിരിച്ച് മെഴുകുതിരിയോ കുന്തിരിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കത്തിച്ചാലും അതും ഒരു തരം ആരാധനയാണ്. ഒരു പ്രത്യേക അക്കം ഒരു പ്രത്യേക കളറിൽ ഒരു സ്റ്റിക്കർ പോലെ വാതിൽക്ക് ഒട്ടിച്ചു വെച്ച് അത് നോക്കുമ്പോഴും ആരാധന തന്നെയാണ്. ഒരു പുസ്തകത്തെ ആ രീതിയിൽ ചിന്തിച്ചാൽ വിഗ്രഹമായിട്ട് തന്നെയാണ് അത് ചിന്തിക്കപ്പെടുക. ശവകുടീരങ്ങളെ ആരാധിച്ച് അതിൽ പുഷ്പാർപ്പിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ കുറ്റം പറയുന്നത് മുഴുവൻ നമ്മുടെ നേർക്ക. നമ്മളൊക്കെ വിഗ്രഹ ആരാധകരാണ്, സാത്താൻ്റെ ആൾക്കാരാണെന്നാണ്. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നവർക്ക് ഇതിൽ ആദരവശല്ല. പക്ഷെ നമ്മളെന്താ ചെയ്തിരിക്കണേ? വിശേഷാൽ ഗ്രഹിക്കപ്പെടേണ്ടത് എന്താണോ അതെല്ലാം വിഗ്രഹങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്നു ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നീല കളറിലുള്ള നീല ശ്യാമള കോമളൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നീല, നിങ്ങൾ ആകാശത്തേക്ക് ഒന്ന് നോക്കിയേ. കുറെ നേരം അടുത്തിരിക്കുന്ന സമയത്ത് അത് വെളുത്തതാണെങ്കിലും കടലിനും അതുപോലെ അനന്തതയിലേക്കും പോകുന്ന സമയത്ത് CV രാമനെ പോലുള്ള ആൾക്കാർ, ചന്ദ്രശേഖര വെങ്കട്ടരാമനെ പോലുള്ള ആൾക്കാർ ഈ കളർ സ്പെക്ട്രത്തെ കുറിച്ച് സംഗതി ചെയ്തിപ്പോൾ നമ്മളെല്ലാവരും കളർ ഫോട്ടോ എടുക്കുന്നു, കളർ TV നടത്തുന്നു എന്നുള്ളത് സത്യം. പക്ഷെ അതിൻ്റെ പ്രാഗ്രൂപമായിട്ടുള്ളൊരു സിദ്ധാന്തത്തെ കൊണ്ടുവന്നപ്പോൾ അനന്തതയിലേക്ക് നോക്കുമ്പോൾ നീലിമയുള്ളതാണ്. അനന്തശായിയായിട്ടുള്ള ആ വിഷ്ണു വ്യാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ ദിക്കുകളിലേക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആ പ്രതീകാത്മകതയെ നീല കൊണ്ടല്ലാതെ പിന്നെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്ന ഒരു കാര്യം ഒരുപക്ഷെ ധാരാളം പണ്ഡിതന്മാർ ഇവിടെ വന്നിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ രാമചന്ദ്രനും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ വേണം. ധർമ്മത്തെ ആദ്യം കൊണ്ട് നിർത്തി. നിങ്ങൾ പണം സമ്പാദിക്കൂ, പക്ഷെ അധാർമികമായ രീതിയിൽ പണം സമ്പാദിച്ചാൽ അത് നിലനിൽക്കുമോ? എപ്പോഴെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാർ പാതിരാക്കി വാതിൽ മുട്ടുമെന്ന് ഭയന്ന് ജീവിച്ചിട്ട് എത്ര കാലം ജീവിക്കും? ധാർമ്മികമായിട്ടാണെങ്കിൽ വരൂ സാർ ഇരിക്കൂ, ഇതാ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇതാണ്, എനിക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്, എൻ്റെ വരുമാനം എത്രയാണ്, ഇത്ര ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് പറയാൻ ധാർമ്മികമായ ധനമുള്ളവന് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ പേടിക്കുള്ളൂ എന്ന്. അതെന്ന് വെച്ചാൽ അനധികൃതമായിട്ട് ഈ സാധനം കയ്യിൽ വെച്ച് ആരെങ്കിലും ഇത് തട്ടിക്കൊണ്ട് പോകും. അപ്പൊ രാമായണത്തെ സംബന്ധിച്ചിടത്തോളം ധർമ്മം ആദ്യത്തെ ഒരു ഭാഗമായിട്ട് വെച്ചു. അർത്ഥമുണ്ടാകണം. അതിൽ ആരെങ്കിലും പട്ടിണി കിടന്ന് ചാവുന്ന ആൾക്കാരെ കുറിച്ചൊന്നല്ല വിവരിച്ചിരിക്കുന്നത്. തപസ്സിന്റെ അടിസ്ഥാനത്തിൽ തപസ്സുകൊണ്ട് സിദ്ധി നേടാൻ വേണ്ടിയിട്ടുള്ള ആ തപശ്ചര്യയുടെ ഭാഗമായിട്ട് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാ ആൾക്കാരും സർവാഭരണ വിഭൂഷിതരും നല്ല കൊട്ടാരങ്ങളും നല്ല അസല് സമ്പത്തുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അയോധ്യയിൽ നിന്നും ആ കാനനത്തിലേക്ക് പോകുന്ന സമയത്ത് രാമൻ പറയണ്ട എനിക്കുള്ളതൊക്കെ ഇങ്ങോട്ട് തന്നോളൂ എന്ന്. അങ്ങനെ ആ തരുന്ന സമയത്ത് കൊട്ടാരത്തില് കൂടിക്കിടക്കുന്ന അത്രയും ധനം മുഴുവൻ അദ്ദേഹം ദാനം ചെയ്തിട്ടാ പോയി. കാട്ടിപ്പോകുമ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ബാങ്ക് ബാലൻസ് 14 വർഷത്തേക്ക് ഇനി വേറെ ഭാഗം ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ മലയാളത്തിലേക്ക് ഈ ഗ്രന്ഥത്തിലൂടെ കിട്ടിയതുപോലെ, അധ്യാത്മരാമായണം കിളിപ്പാട്ട് കിട്ടിയതുപോലെ തമിഴ്നാട്ടിൽ കമ്പനും അതുപോലെ ഓരോ ഇന്ത്യൻ ഭാഷയിൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാന്തീയമായി 22ഓ 30ഓ പ്രധാന ഭാഷകളടക്കം അതല്ലാത്ത 10ഓ 100ഓ കണക്കിന് ഉപഭാഷകളടക്കം ലിപി പോലും ഇല്ലാത്ത കൊങ്കണി അടക്കം എന്തിനാ മാപ്പിള രാമായണം മാപ്പിളകൾ അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെയുള്ള സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷയിൽ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുത്തശ്ശിമാർ പറയുന്ന രീതിയിലുള്ള രാമായണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് വിധത്തിൽ ലോകത്ത് മുഴുവനും
ഇന്തോനേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള രാമൻ്റെ വേഷം ധരിച്ച് രാമലീല മൈതാനത്ത് നാടകത്തിന് വേണ്ടി വന്ന ആൾക്കാർക്ക് ഏറ്റവും മാതൃകാ രാമനുള്ള സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാംസ്കാരിക വകുപ്പ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഒറ്റ ഇന്ത്യക്കാരന് അത് കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് ദുഃഖമുണ്ട് കേട്ടോ. കിട്ടിയത് മുഴുവനും ഇന്തോനേഷ്യ 96% ഖുറാനിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ആ പ്രത്യേക ആരാധനാ സമ്പ്രദായത്തിൽ വിശ്വസിച്ചിട്ടും രാമനെ ഹൃദയത്തിലേറ്റി ഡൽഹിയിൽ വന്ന് രാമകഥ ആവിഷ്കാരം നടത്തിയ ആൾക്കാർക്കാണ് യഥാർത്ഥത്തിൽ രാമനെ കണ്ട് കരഞ്ഞത്. ഭാരതീയരായിട്ടുള്ള ആൾക്കാർ നല്ല വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ രാമനെ കണ്ടപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ കലാപരിപാടി ആണെങ്കിൽ പോലും രാമനെ കണ്ട് കരയുകയും രാമൻ അവാർഡ് സമ്മാനം കിട്ടുന്ന ആ ഒരു രീതി വന്നപ്പോൾ ഇന്തോനേഷ്യയിലുള്ള ഒരു മുസ്ലിം സഹോദരനാണ് കിട്ടിയത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇന്തോനേഷ്യയിലെ വിശ്വാസം കൊണ്ട് വ്യത്യസ്തമാണെങ്കിലും അത്രയും ആൾക്കാർക്ക് ഈ സ്വാധീനം എവിടുന്ന് വന്നു? അത് തന്നെയാണ് രാമായണത്തിൻ്റെ നിത്യനൂതനത്വം. പണ്ട് വീടുകളിൽ ഇത് വായിച്ചിരുന്നു, പലതരത്തിലുള്ള ഇതുണ്ടാവാൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടി, അതുപോലെ തന്നെ നല്ല മംഗല്യമുണ്ടാകാൻ വേണ്ടി, അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി, ദുസ്വപ്നങ്ങൾ ഒഴിവാകാൻ വേണ്ടി, കാര്യവിജയത്തിന് വേണ്ടി, എന്തിന് പ്രമോഷൻ കിട്ടാൻ വേണ്ടി വരയ്ക്കും. പിന്നെ ജ്യോതിഷിയൊന്നും പെട്ടെന്ന് ഓടിച്ചെന്ന് കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? പണ്ട് രാമായണ ഗ്രന്ഥം എടുത്തിട്ട് പകുത്ത് അതിൽ ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ആണെങ്കിൽ, ഇവിടെ എനിക്ക് അറിഞ്ഞൂടാ, ഞങ്ങളുടെ ഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 7 താള് തള്ളി, 7 വരി തള്ളി, 7 വാക്ക് തള്ളി, അതിൽ നിന്ന് കിട്ടുന്ന ഭാഗം ഏതാണോ അതിനെയാണ് ബലശ്രുതിയാക്കിയിട്ട് ആ ഒരു സംഭവം. നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അപ്പം ഉണ്ട് സീത കട്ടുകൊണ്ടുപോയ ഭാഗമാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ജ്യോതിഷിയാണെങ്കിൽ പറയും, നോക്കൂ നിങ്ങളുടെ ലഗ്നസ്ഥനുസരിച്ച് കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിടുന്നുണ്ട്, പിന്നെയൊക്കെ നേരെയാവും, പിന്നെയൊക്കെ ശരിയാവും, പക്ഷെ കുറച്ച് തടസ്സങ്ങൾ കിട്ടുന്നു, കുറച്ച് ലോണൊക്കെ ശരിയാവാനുണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ഇങ്ങനെയും ചില ആൾക്കാർ രാമായണത്തിൻ്റെ ഒരു വ്യാഖ്യാനം അറിയാത്തവരും ഇത് കെട്ടി വായിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി ചെയ്തിരുന്നു. ഇപ്പോഴും പലരും ഒരു പക്ഷേ അത് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ വരുമ്പോൾ നിത്യജീവിതത്തിൽ രാമായണത്തിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ രാമായണ പഞ്ചകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. പല ഭാഷകളിലുണ്ടെങ്കിലും കൂടി ഈ തുഞ്ചത്തെഴുത്തതിൻ്റെ വാൽമീകി രാമായണമാണല്ലോ എൻ്റെ മൂലഗ്രന്ഥം. അധ്യാത്മരാമായണം നമുക്കൊക്കെ വായിച്ച് പരിചയമുള്ളതാണ്. ബാലരാമായണവും ഗായത്രി രാമായണം, അത്ഭുത രാമായണം ഒക്കെ രാമായണ പഞ്ചകം. ബാക്കി ആയിരക്കണക്കിനുണ്ട്, പക്ഷെ ഇത് രാമായണ പഞ്ചകം എന്ന രീതിയിൽ നമ്മളെല്ലാ ആൾക്കാരും ഒന്ന് ഓർത്തു വെക്കണം. അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് കേരളീയർക്ക് പ്രിയപ്പെട്ടത്. എത്രയോ തരത്തിലുള്ള രാമായണങ്ങൾ ഇവിടെ തന്നെയുണ്ട്, കണ്ണച്ചനും രാമചരിതം ഒക്കെ അല്ലേ. പക്ഷെ എന്തേ ഇത് മാത്രം വായിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നു? പുസ്തകങ്ങളെ കുറിച്ചുള്ള കാര്യത്തിൽ ഗുരുക്കന്മാർ പറയാറുണ്ട് 3 തരണ്ടവാ. ഒന്ന് വിഴുങ്ങുന്നത്. ചില ആൾക്കാരുണ്ട് മനസ്സിലാവാണ്ട് പുസ്തകം വായിച്ചിട്ട് പുസ്തകം വിഴുങ്ങണ കണ്ടിട്ടില്ല നിങ്ങൾ? നിവൃത്തിയില്ല, പരീക്ഷയ്ക്ക് എഴുതണമെങ്കിൽ ഒരു കാര്യമില്ല, ഇഷ്ടമില്ല, താല്പര്യമില്ലാത്ത വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾ പുസ്തകം എന്താ ചെയ്യുക? ആ പുസ്തകം വല്ലോണം വന്നങ്ങോട്ട് വിഴുങ്ങി തീർക്കും. ഇനി വേറൊരു കുട്ടി SSLCക്കോ അല്ലെങ്കിൽ നല്ല രീതിയിലോ ഡിഗ്രിക്കോ ആ വിഷയത്തിന് കുറച്ച് മാർക്ക് വേണം, A+ ഒക്കെ വേണമെന്ന് കണക്കാക്കുന്ന ഒരാൾ വായിക്കുക എങ്ങനെയായിരിക്കും? ചവച്ചരക്കും അല്ലേ? അരച്ച് അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ആ മാർക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ പുസ്തകത്തിലെ ഒരു കാര്യം ആ കുഞ്ഞിനെ ഉറപ്പുണ്ടാവില്ല. ഇപ്പം ഇവിടെ റാങ്ക് വാങ്ങിച്ച എല്ലാത്തിലും A+ കിട്ടിയ ഒരു 10ാം ക്ലാസ് കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ ആ 2-3 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചാൽ A+ ഉത്തരം പറയോ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ചവച്ചിറക്കി. ആ പുസ്തകത്തിന് അത്രയേ ഉള്ളൂ. കുറ്റമല്ല പറയണേ, പാഠപുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഗതികേട് കൂടി ഉണ്ടെന്നൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. മറ്റതോ അയവിറക്കും. ഇപ്പൊ പശുവൊക്കെ ഭക്ഷണം കഴിച്ചാൽ എന്താ ചെയ്യുക? കിട്ടാവുന്ന പുല്ലൊക്കെ വേഗം വേഗം സാപ്പിട്ടിട്ട് പിന്നെ അവസാനം എവിടെയെങ്കിലും തണലിൽ കിടന്നിട്ട് കുറേശ്ശെ ഉരുളകളായിട്ട് എടുത്തിട്ട്, കാരണം 4 അറകളാണല്ലോ അതിനുള്ളത്, അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് അത് ഡൈജസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ കുറേശ്ശെ ഇങ്ങനെ ചവച്ചരക്കും. ഓക്കെ, രാമായണം അതുപോലെ തന്നെയാണ്. ഒരു പ്രാവശ്യം വായിച്ച നമ്മൾ എന്തിനു വീണ്ടും വീണ്ടും വായിക്കണം? അത് വായിക്കാനുള്ള പ്രേരണ നഷ്ടപ്പെട്ട കേരളത്തിൽ, അവിടെയാണ് ഞാൻ പറഞ്ഞ ചിന്മയാനന്ദ സ്വാമിജി അടക്കം വരുന്ന ആൾക്കാര് അന്നത്തെ ആ മഹർഷീശ്വരന്മാർ കേരളത്തെ പോക്ക് ശരിയല്ല എന്ന് കണക്കാക്കി. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും അതുപോലെ അനവധി സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർ കൊണ്ട് കേരളത്തിൻ്റെ അബദ്ധ സഞ്ചാരങ്ങളെ മാറ്റിയെടുത്തൊരു സാമൂഹ്യ നവോത്ഥാനം ഇവിടുത്തെ സനാതനധർമ്മത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ വഴിതിരിച്ചു വിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അത് അതിഭൗതികമായ രീതിയിൽ മാത്രമാണ് നടക്കണതെന്നും അത് സമാജത്തിന് ഗുണമല്ല വരുത്താൻ പോകുന്നതെന്നും
ആത്മീയതയില്ലാത്ത, ആത്മാവില്ലാത്ത ജഡശരീരം മാത്രം ഉണ്ടാക്കി അരച്ചാൻ വയറ് മാത്രമാണ് ലക്ഷ്യമെന്ന് കണക്കാക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു കാര്യം വേണമെന്നും ഒരു ചിന്ത വന്നപ്പോഴാണ് മറന്നുപോയ രാമായണത്തെ വീണ്ടും പുനരാവിഷ്കരിക്കാൻ 1982 ഏപ്രിൽ മാസത്തിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഏപ്രിൽ 10-ാം തീയതിയാണ് ഇരിക്കണേ. അത് 4-5 തീയതികളിലാണ് നടന്നത് എറണാകുളത്ത്. അവിടെ ഒരു തീരുമാനമുണ്ട്, കർക്കിടക മാസം രാമായണ മാസമായി പ്രത്യേകം ചിന്തയോടുകൂടി ആചരിക്കപ്പെടണം. അന്നു മുതൽ ഇന്ന് വരെ ഈ വിദ്യാരംഭം പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് ഞാൻ പുസ്തകം വാങ്ങിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, എൻ്റെ പഴയ ആള് പബ്ലിഷേഴ്സിനോട്. അപ്പം അദ്ദേഹം പറഞ്ഞു, കുട്ടിയെ, ഏറ്റവും കൂടുതൽ പതിപ്പ് ഞങ്ങൾക്ക് ഇറക്കേണ്ടി വന്നിട്ടുള്ളത് അധ്യാത്മരാമായണമാണ്. അതിൻ്റെ ഗദ്യരൂപത്തിലുള്ളതും പദ്യരൂപത്തിലുള്ളൊരു സംഗതി ആണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണം. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം അധികം സർക്കുലേഷൻ ഒന്നുമില്ല. കാരണം പുതിയ പുതിയ DC-യും മലയാള മനോരമയും ദേവസ്വം ബോർഡുകാരും അതുപോലെ ജന്മഭൂമി അടക്കമുള്ള കുരുക്ഷേത്ര സർവരും എന്തടിക്കണേ, രാമായണം അടിച്ചു. ഏതാണ്ട് ഇതുവരെയുള്ള കണക്കനുസരിച്ചാണെങ്കിൽ ഈ പ്രസ് ക്ലബിൻ്റെയൊക്കെ ഒരു കണക്ക് വെച്ചിട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രതികൾ അടിക്കുന്നതിന് കണക്ക് കൊടുക്കുകയാണെങ്കിൽ 78 ലക്ഷത്തോളം പ്രതികൾ ഈ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ അടിച്ചത് അത് രാമായണമായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഇത് കപ്പലണ്ടി പൊതിയാനായിട്ട് ആരും വാങ്ങിച്ചുകൊണ്ട് പോലല്ലോ അത്രയും വില കൊടുത്തിട്ട്, ശരിയാണോ? അപ്പം ആരൊക്കെയോ ഇത് വായിക്കുന്നുണ്ട്. സർവ്വ TV-കളിലും, TV അതുപോലെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ കർക്കിടക മാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ, ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ രാമായണത്തെക്കുറിച്ചുള്ള സംഗതി തരണേ? അത് തന്നെയാണ് ഈ എന്താ പറയുക, രാമൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഗതി. സത്യത്തിൽ ഇതൊരു സഹസ്രനാമ തത്തുല്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ പറയണത്. 1000 നാമങ്ങൾ ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ രാമ എന്ന് മാത്രം ചെല്ലാൻ മതി. ഇനി കലിയെ ഏറ്റവും കൂടുതൽ നമുക്ക് സന്ധാരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഉപനിഷത്ത് പറയുന്നു, 16 അക്ഷരമുള്ള മന്ത്രം ജപിച്ചാൽ മതി, നിങ്ങൾ യജ്ഞത്തിനും യാഗത്തിനൊന്നും പോകാൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത 43ാമത്തെ യജ്ഞത്തിന് എനിക്ക് വയ്യ കേട്ടോ ഭഗവാനെ, എനിക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല നമുക്ക്. എന്താ കാരണം? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ചൊല്ലിയാൽ മതി. പിന്നെ 4 അമ്പലം കാണുന്നൊരു ശീലം നമുക്കുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ക്ഷേത്രസമിതികൾ, ഇതേപോലെ തന്നെ NSSൻ്റെയോ SNDPയുടെയോ മറ്റുള്ള ഭക്തജന സംഘങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു വണ്ടി ഏൽപ്പിക്കുന്നു. എല്ലാവരും തൃപ്രയാറ്, ഇരിഞ്ഞാലക്കുട, മുഴിക്കുളം, പായമ്മൾ, ഇങ്ങനെ 4 ചേട്ടനനിയന്മാരെ കൊണ്ട് ഇങ്ങോട്ട് പോരും. എത്ര മണിക്കൂറാണ് നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരികയല്ലേ ആ സമയത്തൊക്കെ? ഇങ്ങനെ ഒരു കാര്യം. മറ്റു പല ജില്ലകളിലും 4 ഓട്ടമുണ്ട്. ശിവാലയ ഓട്ടം പോലെ തന്നെ 4 അമ്പലങ്ങളും കണ്ടു തൊഴുന്നൊരു സംഗതി. അപ്പൊ എന്താ സംഗതി? രാമ എന്ന താരകമന്ത്രം ഓം നമോ നാരായണായ എന്നുള്ളതിലെ ബീജാക്ഷരം രായും നമശിവായലെ മായും ചേർത്തിട്ടുള്ളതാണ് എന്ന് നമുക്കൊക്കെ ഓർമ്മയുള്ളതാണ്. അപ്പൊ രാ ആ മ, ഇതാണ് രാമ. അങ്ങനെയാണെങ്കിൽ രാ അഗ്നിയുടെ പ്രതീകമാണ്, ആ സൂര്യന്റെ പ്രതീകമാണ്, മ ചന്ദ്രന്റെ പ്രതീകമാണ്. ഈ പാപത്തെ ഹനിക്കുന്ന അഗ്നിയെ നമുക്ക് കിട്ടുന്നു രാമമന്ത്രത്തിലൂടെ. അജ്ഞാനമാകുന്നതിൽ നിന്ന് മാറി വെളിച്ചത്തെ കിട്ടുന്നതാണ് നമുക്ക് സൂര്യൻ നമുക്ക് കിട്ടുന്നു പ്രകാശത്തിന്റെ പ്രതീകമായിട്ട്. അത് ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. വികാരത്തെ ശമിപ്പിക്കുന്ന മാ, അത് ചന്ദ്രപ്രതീകമാണെങ്കിൽ കൂടി ശാന്തി നമുക്ക് ലഭിക്കുന്നു. ഇതാണ് രാമ എന്നുള്ളൊരു സംഗതി. ഇനി രാമായണത്തെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയൊക്കെയുള്ള രാമൻ കഷ്ടത്തിലും നഷ്ടത്തിലും അല്ലാണ്ട് വല്ലതുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എത്രയൊക്കെ ഗുണങ്ങളാണെങ്കിലും അദ്ദേഹം അനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾ വല്ലതുണ്ടോ? എന്തെങ്കിലും വിചാരിച്ച പോലെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടോ ആശാന്? വിമർശിക്കേണ്ടവർക്ക് 1000കണക്കിന് വിമർശനം കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലേ എഴുതി വെച്ചിരിക്കണേ. ഇപ്പൊ നമ്മളുടെ രാമായണത്തെ നഖശികാന്തം എടുക്കുന്ന ഒരു ഡോക്ടർ ശ്യാംജി ഒക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ബ്രാഹ്മണന്റെ കാൽക്കൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഭാഗമാണ് രാമായണം. കാരണം അതിലൊരു വാചകം അദ്ദേഹം ആ സ്തുതിയിൽ പറയുന്നുണ്ട്, അജ്ഞാനിയായിട്ടുള്ള ഞാൻ ഏറ്റവും പ്രതിഭാധനന്മാരായിട്ടുള്ള അവരുടെ കാൽക്കൽ കൂടി ഞാൻ നിൽക്കുകയാണ്. ഈ ഒരു വാചകമുള്ള ഇതിൽ 9000 ചില്ലാനം വരികളുള്ള ഇതില് ഇത് മാത്രമേ ഉള്ളൂ കൂട്ടരെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ രാമായണത്തിലെ 4 സ്ത്രീകളെ മഹാഭാരതത്തിൽ നിന്ന് ഒരെണ്ണത്തിനെ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ കേട്ടോ. സാന്ദർഭികമായിട്ട് ഓർക്കാൻ വേണ്ടി പറയാണ്. അഹല്യ, ദ്രൗപദി, സീത, താരാ, മണ്ഡോദരി തഥ പഞ്ചകന്യാ സ്മരേൺ നിത്യം മഹാപാതകനാശനം
ഞങ്ങളൊക്കെ ചൊല്ലാറുണ്ട്, പാപം ചെയ്തു എന്ന് തോന്നിയാൽ 5 സ്ത്രീകളുടെ പേര് പറഞ്ഞാൽ മതി. സ്ത്രീ സമത്വവാദികള് ഇവിടെ സമരം ചെയ്യാതിരിക്കുന്ന ആൾക്കാരൊന്നും ഓർക്കണത് നല്ലതാട്ടോ. നമ്മുടെയൊക്കെ തറവാടുകളിൽ ആ വാക്ക് ഞാൻ പ്രത്യേകം ഉപയോഗിക്കുകയാണ്. അവിടെ പണ്ട് പാപനാശനത്തിന് വേണ്ടി സ്മരിക്കുന്നത് ഭഗവാന്റെ പേരുകളായിരുന്നില്ല കൂട്ടരെ, 5 സ്ത്രീകളുടെ പേര്. ആരൊക്കെയായിരുന്നു അതില്? അഹല്യ നമ്മൾ ഒറ്റയ്ക്കൊന്ന് എടുത്തു നോക്കിയേ. ഈ ഇത്രയൊരു അക്കിടി പറ്റിയൊരു സ്ത്രീ ലോകത്തുണ്ടോ? ജനിച്ചു പോയത് ഇത്തിരി സൗന്ദര്യം കൂടി പോയി എന്നുള്ളതല്ലാതെ ആ സ്ത്രീ എന്ത് തെറ്റ് ചെയ്തു? നമ്മുടെ നാട്ടിൽ ഒരുമാതിരി തിരക്കില്ലാത്ത സൗന്ദര്യബോധമോ അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടെന്ന് മറ്റുള്ള ആൾക്കാരോ പറയുന്ന ആൾക്കാരുടെ ഗതികേട് എന്തായിരിക്കും? എപ്പ ചൂണ്ടിയെടുക്കാന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുടെ അന്നും ഉണ്ടായിരുന്നു. ത്രേതായുഗത്തിലെ ഇന്ദ്രനടക്കം ബ്രഹ്മപുത്രിയുടെ മാനസപുത്രിയായിട്ടുള്ള അഹല്യയെ അന്ന് തന്നെ ഹല്യയാക്കപ്പെടാത്തവൾ എന്നുള്ളൊരു വാക്കുണ്ട്, ക്ഷതമേൽക്കാത്തവളാൾ എന്നുള്ളൊരു വാക്ക് അർത്ഥമുണ്ട്. പ്ലസ് ഒരു തരത്തിലും ന്യൂനതയില്ലാത്ത സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഐഡിയൽ ഈസ് നോട്ട് റിയൽ, റിയൽ ഈസ് നോട്ട് ഐഡിയൽ എന്ന പ്ലേറ്റോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്കിന്റെ ഒരു ഇതുണ്ട്. ഒരു ആന, ഐഡിയൽ ആയിട്ടുള്ള ഒരു ആനയുണ്ട്, എന്തെങ്കിലും കുറവുണ്ടാവും. അപ്പൊ സങ്കല്പത്തിൽ മാത്രമാണ് ഐഡിയൽസ് കൃത്യമായിട്ട് 100% ഉണ്ടാവുള്ളൂ. ഇത് അങ്ങനെയല്ല. 100-110% അതിലൊരു കുറവില്ലാത്ത അഹല്യയ്ക്ക് എന്ത് സംഭവിച്ചു? ദേവഗണങ്ങളുടെ അടുത്തേക്ക് ഈ സ്ത്രീയെ കൊടുക്കണ്ടെന്ന് ബ്രഹ്മാവ് തീരുമാനിച്ചതുകൊണ്ടാണ് ഗൗതമ മുനിയുടെ അടുത്തേക്ക് കൊടുത്തത്. അന്ന് തൊട്ട് തുടങ്ങി. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പരാമർശമുണ്ട്, കോഴി ഇല്ലേ, കോഴി. ആ കോഴി എന്നുള്ള പരാമർശം എങ്ങനെയാ? നിത്യം പറയും, ഇതാ അവനൊരു കോഴിയിടാന്ന് പറയും. എന്താ കാരണം? രാമായണാണ്. രാമായണത്തില് ഇന്ദ്രൻ കോഴിയുടെ രൂപത്തിൽ വന്ന് കുക്കുടൻ എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ രാവിലെ ഒരു സൈറനടിയില്ലേ, പൂവൻകോഴി കൂവില്ലേ, ആ കൂവുന്ന സംഗതി അന്നിപ്പോ ഒരു പക്ഷേ ടൈം പീസോ അല്ലെങ്കിൽ ഇന്ന് പറയുന്ന പോലെ അലാറം ഒന്നും ഉണ്ടാവാണ്ടിരിക്കാം. അതുകൊണ്ട് കോഴി കൂവി, മുനി കുളിക്കാൻ പോയി. പക്ഷെ ഗംഗ ഉണർത്തുന്ന സമയത്ത് ഗംഗ ഉണർന്നില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോഴാണ് അഹല്യ വേറെ രൂപത്തിൽ നിൽക്കുന്നു. പക്ഷേ ഇന്ദ്രൻ മുനിയുടെ രൂപത്തിൽ ചെന്നു എന്നാണ്. ഇന്ന് ഏതൊക്കെ രൂപത്തിൽ ആൾക്കാർ വരണേ? അറിയാത്തൊരാൾക്ക് വേണ്ടി ചാറ്റ് ചെയ്ത് അല്ലേ, ഈ സാധനത്തിൽ എന്തെല്ലാം ചാറ്റ് ബോക്സിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത്. എറണാകുളത്ത് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറയണ്ടായി, ഒരു റൈഡിന് പോയപ്പോൾ ഒരാളെ കാത്തിരിക്കുകയാണ്. 10-65 വയസ്സായിട്ടുള്ള ഒരു റിട്ടയർഡ് ഒരു കിളവൻ എല്ലാ ആൾക്കാർക്കും വെറുതെ ഇതിൽ നിന്ന് അങ്ങോട്ട് കുറേ നമ്പറുകൾ റാൻഡം ആയിട്ടാണ് വിടും. എന്നിട്ട് ഇദ്ദേഹം ചോദിക്കും, ഇന്ന ആളല്ലേ? അല്ല. അപ്പൊ ഇന്ന ആളല്ലേ? എക്സ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മിക്കവാറും ആൾക്കാർ പറയാം എക്സ് അല്ല, വയ്യ. അപ്പൊ അവനവന്റെ പേര് കിട്ടി, ആ നമ്പറും കിട്ടി. ഇയാൾ അത് വെച്ചിട്ട് പിന്നെ ഫോളോ ചെയ്തു. ഇയാളെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ചെറുപ്പക്കാരിക്ക് അത്രയും അടുപ്പമുണ്ടാവുന്ന രീതിയിലാവുകയും പാർക്കിൽ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് വിവരം മനസ്സിലാവണേ, ഈ വിദ്വാൻ ഈ കാലമൊക്കെ കഴിഞ്ഞു, 2-3 കുഞ്ഞുങ്ങളുണ്ട്, അവരൊക്കെ വിദേശത്താണ്, അവരുടെ മക്കൾക്ക് മക്കളായി. ആൾക്ക് ഇതൊരു രസം. അവസാനം പിടിച്ച സമയത്ത്, ഉദ്യോഗസ്ഥൻ പിടിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ ആരെയും വഴി തെറ്റിച്ചിട്ടില്ല, എനിക്ക് വേറൊരു പണിയില്ല. അപ്പോൾ പിള്ളേരാണെങ്കിൽ നല്ല ഫോൺ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇതല്ലേ സത്യം? ഇനി മാരീജൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ പറയും. ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് എടുക്കണമെന്ന് വെച്ചാൽ ഈ സമയത്തിനുള്ളിൽ നിൽക്കാനായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത്. മാരീജന്മാർ ഇവിടെ നമ്മളുടെ അനിൽ പരച്ചൂരാൻ, നമ്മുടെ ആലപ്പുഴക്കാരൻ തന്നെയാണല്ലോ. അനിൽ പരച്ചൂരാൻ അദ്ദേഹത്തിൻ്റെ 10-30 സിനിമകളിലെ പാട്ടുകൾ നിരാകരിക്കപ്പെട്ടത് അങ്ങനെ കുറെ ഉണ്ട്. സിനിമാ ലോകത്ത് ചില ആൾക്കാരുണ്ട്, എങ്ങനെ പാട്ട് എഴുതണം, ആരൊക്കെ പാട്ട് എഴുതണം, എങ്ങനെ എഴുതരുതെന്ന് നിശ്ചയിക്കപ്പെടുന്ന രീതിയിലുണ്ട്, ആരൊക്കെ എങ്ങനെ സിനിമ പിടിക്കണം എന്നൊക്കെ ഇപ്പൊ വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ വേദിയിൽ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് പക്ഷെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. ചിലതൊക്കെ പിടിക്കാം, അതിന് കാശ് കൊടുക്കും, ചിലതൊക്കെ പിടിച്ചാൽ എങ്ങനെയെങ്കിലും മുക്കിക്കളയും. അപ്പൊ ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിൽ അനിൽ പരച്ചൂരാൻ എഴുതി മാരീച്ചൻ. സ്നേഹം ഭാവിച്ച് ഹൃദയം വരയ്ക്കും കവർന്നെടുക്കുന്ന രീതിയിൽ സ്നേഹം ഭാവിക്കുക. പക്ഷെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയം തന്നെയാണെന്ന് കണക്കാക്കും. എന്നിട്ട് അങ്ങോട്ട് ചതിയിൽ പെടുകയും നിഷ്ഠൂരമായി ഉന്മൂലനമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിവർത്തനമോ വിശ്വാസരാഹിത്യമോ ആത്മഹത്യയോ ഈ രീതിയിൽ ചിന്തിക്കുന്നു. മറ്റു ചില ആൾക്കാർ ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ വാഹകരാകേണ്ട ഗതികേട് വരിക, എല്ലാം നഷ്ടപ്പെടുക. ഇവിടെ ഒരു പുരോഹിതൻ, ക്രിസ്ത്യൻ പുരോഹിതൻ, അവരുടെ സമുദായത്തിൽ നിന്ന് ഇതുപോലെ പോയിട്ടുള്ള കുട്ടികളുടെയൊക്കെ, മരിച്ച കുട്ടികളുടെ ഈ പോസ്റ്റ്മോർട്ടം എടുത്ത സമയത്ത് അവരുടെ എല്ലാവരുടെയും പ്രൈവറ്റ് ഭാഗത്ത് പ്രത്യേകമായ ചിഹ്നത്തോടു കൂടി കത്തികൊണ്ട് കോറി വരച്ചു എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. മരിച്ചവർക്ക് മുഴുവൻ ഒരാൾക്കാണെങ്കിൽ പറ്റും,
പക്ഷെ എല്ലാവർക്കും ഇതുപോലെ ഒരു സംഭവം വന്നെന്താ, കണ്ണുകളിലൊക്കെ പ്രത്യേകമായിട്ടുള്ള മനുഷ്യാവയവങ്ങൾ കൊണ്ടുള്ള അക്രമം ഏറ്റിട്ട് കണ്ണ് തകർന്നിട്ടുണ്ട്. പല അവയവങ്ങളും പല രീതിയിലും പ്രകൃതി നൽകിയിട്ടുള്ളത് എന്തിനാണോ, കൊച്ചു കുട്ടികളുടെ വരയ്ക്കും കണ്ണുകൾ എങ്ങനെയാണ് താഴ്ന്നു പോയിട്ടുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ആര്യജന്മാർ അന്ന് മാത്രമായിരുന്നോ ഉണ്ടായിരുന്നത്? ഇന്നില്ലേ? പേര് ചിലപ്പോൾ വേറെ ആയിരിക്കും അല്ലേ. അതുപോലെ മന്ദരമാർ, നെഗറ്റീവായിട്ട് എടുത്താൽ മന്ദര ചെയ്തത് എന്താണ്? രാമന് പോലെയുള്ളൊരു ഏറ്റവും നല്ല ധർമ്മവാനായിട്ടുള്ള ഒരാളെ യുവരാജാവ് അഭിഷേകം ചെയ്യാൻ ഒരു ദുസ്വപ്നം കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ദശരഥൻ തീരുമാനിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഈ ദശരഥൻ നല്ല ആളാണ്, പക്ഷേ ചില സമയത്ത് വിധി വൈപരീത്യം കൊണ്ട് തോന്നിയതൊക്കെ ചെയ്തു കളയും. ശബ്ദത്തിന്റെ ഭാഗത്തേക്ക് ആളെ കാണാതെ, ലക്ഷ്യം കാണാതെ ശബ്ദം മാത്രം വെച്ചുകൊണ്ട് ശബ്ദവേദി എന്ന് പറഞ്ഞിട്ടുള്ള അസ്ത്രം പ്രയോഗിച്ചതിന്റെ വെളിച്ചത്തിലാണ് ശ്രവണകുമാരൻ മാതാപിതാക്കൾക്ക് വേണ്ടി, വൃദ്ധ മാതാപിതാക്കൾക്ക് വെള്ളമെടുക്കാൻ പോയപ്പോ ആന തുമ്പിക്കൈയിൽ വെള്ളം എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ സംഗതി ചെയ്തോ. മൃഗയാ വിനോദം കൊണ്ട്, മൃഗങ്ങൾ അധികരിക്കുമ്പോൾ പള്ളിവേട്ട നടത്തി, ഈശ്വരന്മാര് പോലും ഉത്സവത്തിന് പള്ളിവേട്ട നടത്തുന്നത് മൃഗീയത്വത്തെ, മൃഗസ്വഭാവത്തെ ഇല്ലായ്മ ചെയ്ത് സ്വാത്വികതയിലേക്ക് കൊണ്ടുവരാനും, അങ്ങനെ അഥവാ ഏതെങ്കിലും മൃഗീയ സ്വഭാവമുള്ള ആരെങ്കിലും സമാജത്തിലുണ്ടെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ധർമ്മം സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഉത്സവത്തിലൊക്കെ പള്ളിവേട്ട നടക്കും നമ്മുടെ, അല്ലേ? ശരിയല്ലേ? അപ്പൊ പള്ളിവേട്ടയുടെ സങ്കല്പം ഈ സമാജത്തിൽ ഉരുണ്ടുകൂടി വരുന്ന അസാൻമാർഗികതയെ, ഈ സമാജത്തെ മുച്ചൂടും നശിപ്പിക്കുന്നതായിട്ടുള്ള ധാർമ്മികതയെ ഇല്ലായ്മ ചെയ്യാനുള്ള ദൈവിക ശക്തിയുടെ പ്രഖ്യാപനം. ഇതാണ് സത്യം. അപ്പോ ഈ ദശരഥന് മക്കളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ ശാപം വാങ്ങിച്ച് കെട്ടിവെച്ചു. മക്കളില്ലാത്ത കാലത്താണ് അത് നടന്നതെന്നുണ്ടെങ്കിലും കൂടി ആൾക്കൊരു സന്തോഷം ഉണ്ടായി. കാരണം എന്താ? ശാപം എന്തായിരുന്നു? വൃദ്ധമുനിമാരുടെ പുത്രശോകത്താൽ നീ ഇല്ലാണ്ടാവും. ആൾക്ക് കിട്ടിയ ശാപം 1.5 കാരണം ആരും അടുത്തുണ്ടാവില്ല വെള്ളം തരാൻ. പക്ഷേ ഇല്ലാത്തൊരു സാധനം അവിടെ വന്നു. എന്തു പറ്റി? പുത്രശോകത്താൽ. അതിന്റെ അർത്ഥം പുത്രന്മാരുണ്ടാവുന്ന. അതില്ലാതായിരുന്നല്ലോ പ്രശ്നം. ഇപ്പൊ നിമി എന്ന് പറഞ്ഞിട്ടുള്ള 10 രഥങ്ങളിലേക്ക് ചാടിക്കേറി 10 ദിക്കിലേക്ക് ഒരേ സമയം അമ്പെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ടാണല്ലോ ദശരഥൻ വന്നത്. പക്ഷെ നിമി എന്ന് പറഞ്ഞ രാജാവിന് ശാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകളുണ്ട്. പക്ഷെ ഇക്ഷ്വാകു വംശത്തിന്റെ അല്ലെങ്കിൽ ആ വംശത്തിന്റെ ആ ഒരു പാരമ്പര്യം അനുസരിച്ച് മൂത്ത പുത്രന് മാത്രമേ രാജ്യം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ പുത്രകാമേഷ്ടി നടത്തുക, അല്ലെങ്കിൽ പുത്രികാമേഷ്ടി നടത്തിക്കൂടായിരുന്നോ? അപ്പൊ പുത്രി ഓൾറെഡി ഉണ്ടെന്നേ. അപ്പൊ പുത്രകാമേഷ്ടി വരുന്ന സമയത്താണ് ചിന്തിക്കുക. പക്ഷെ അതിനിടയ്ക്ക് അദ്ദേഹം വേറെ ചില പൊല്ലാപ്പുകളിലൊക്കെ ചെന്ന് പെടുന്നുണ്ട് കേട്ടോ. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കേകയ രാജ്യത്തിന്റെ അശ്വപതിയുടെ മകളെ, യുധാജിത്തിന്റെ പെങ്ങളെ കൈകേയിയെ കാണാനായിട്ട് ഈ വൃദ്ധൻ പോകുന്നുണ്ട്. കാരണം എന്താ? കൗസല്യ, ഉത്തരകോസലം ദക്ഷിണ കോസലം എന്ന് പറഞ്ഞ 2 കോസലങ്ങളുണ്ട്. അതിലൊരു കോസലത്തിന്റെ അധിപനായിരുന്നു ദശരഥൻ, അടുത്ത കോസലത്തിന്റെ പുത്രിയായിരുന്നു. അതുകൊണ്ടാണ് കൗസല്യ എന്ന പേര് വന്നിട്ടുള്ളത്. ഈ കൗസല്യയുടെ രീതി എന്താണെന്ന് വെച്ചാൽ വളരെ സൗമ്യമാണ്, ധർമ്മികമായിട്ടൊക്കെ ജീവിക്കണം, ഉള്ളിലൊക്കെ എല്ലാം ഒതുക്കി ജീവിക്കുന്ന ടീമാണ്. ആ ഉള്ളിൽ ഒതുക്കി ജീവിക്കുകയാണെങ്കിലും ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ സിദ്ധിച്ചതുകൊണ്ട് അങ്ങനെ ഒരാൾ പ്രസവിച്ച മകനായതുകൊണ്ടാണ് വിശ്വാമിത്രൻ ഈ വേരുകളൊക്കെ തലേണയാക്കി കിടന്ന് യാഗരക്ഷയ്ക്ക് പോകുന്ന രാമലക്ഷ്മണന്മാര് മണ്ണി കിടന്ന് ഉറങ്ങുന്നു. പട്ടുമെത്തയിൽ കിടന്ന പിള്ളേർക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട് എന്നറിയാൻ വേണ്ടി ഒരു മിലിറ്ററി ട്രെയിനിങ് കൂടിയായിരുന്നു വിശ്വാമിത്രൻ. അപ്പൊ അദ്ദേഹം നോക്കുന്നുണ്ട്, സുഖമായിട്ട് പിള്ളേർ കിടന്ന് ഈ ഇലയിലും ഈ വേരില് തലേണ വെച്ച് കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ വിശ്വാമിത്രന് സന്തോഷം തോന്നിയിട്ട് ഒറ്റ വാക്ക് പറഞ്ഞതാണ്, കൗസല്യ സുപ്രജ രാമ. അല്ലേ? കൗസല്യയുടെ മകനായതുകൊണ്ട് സുപ്രജയായിട്ടുള്ള രാമ എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം എന്താ? നിത്യജീവിതത്തിൽ രാമായണം വായിക്കുന്ന സമയത്ത് രാമായണം പ്രസക്തമാകുന്നത് ഇന്നും അമ്മമാര് വകതിരിവില്ലാതെ പെരുമാറിയത് കൊണ്ടുണ്ടായ മക്കളുടെ അനർത്ഥം അനവധിയാണ്. സുപ്രജ ഉണ്ടാവണമെങ്കിൽ അമ്മ തീരുമാനിക്കണം. പുത്തലീബായി ഇല്ലായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി ഉണ്ടാവില്ലായിരുന്നു. വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി സൂര്യനെ കാണാൻ വേണ്ടി എത്രയോ പ്രാവശ്യം ഓടിയത് അദ്ദേഹം ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ മഹാത്മജി? രാമനെയും ശ്രവണകുമാരനെയും ആ വൃദ്ധ മാതാപിതാക്കളെ തണ്ടിലേറ്റി നടക്കുന്ന ശ്രവണകുമാരന്റെ കഥ അമ്മ പറഞ്ഞു കേൾക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞ മഹാത്മാഗാന്ധിയെ അദ്ദേഹം എഴുതിയിട്ടുണ്ടത്. അതുപോലെ തന്നെ ഭുവനേശ്വരി ദേവി എന്ന് പറഞ്ഞൊരു അമ്മ ഇല്ലായിരുന്നെങ്കിൽ വിവേകാനന്ദൻ ഉണ്ടാകില്ലായിരുന്നു. കാരണം വിവേകാനന്ദനെ സൃഷ്ടിച്ചെടുക്കാൻ നരേന്ദ്രൻ എന്ന യുക്തിവാദിയെ വിവേകാനന്ദ സ്വാമിയാക്കി മാറ്റുന്നതിൽ ഭുവനേശ്വരി ദേവി എന്ന് പറഞ്ഞ ഒരു അമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അതുപോലെ തന്നെ
അനവധി അമ്മമാർക്ക്. ഇപ്പൊ തോമസ് ആൽവ അഡിസന് നാനി തോമസൺ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ദ പ്രിൻസ് ഓഫ് ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കക്കാര് വലിയൊരു പൗരം സ്വീകരണം കൊടുക്കില്ലായിരുന്നു. ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആ വ്യക്തി മാനസികമായിട്ട് അയാൾക്ക് രോഗിയാണെന്നും ഈ സ്കൂളിൽ ഒരിക്കലും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ടീച്ചർ എഴുതിയിട്ടുള്ള കത്ത് കയ്യിൽ വെച്ച് മടക്കി വെച്ചിരുന്നു. ആ മടക്കി വെച്ചിട്ടുള്ള തോമസ് ആൽവാന്റെ അമ്മയുടെ അടുത്തത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കില്ല. എന്താ അമ്മ എഴുതിയിരിക്കണേന്ന് ചോദിച്ചു. പറഞ്ഞു, മോനെ നിന്നോളം ബുദ്ധിയുള്ള ഒരാൾ ഈ ലോകത്തില്ലാതെ പറഞ്ഞിരിക്കണേ. നിന്നോളം ബുദ്ധിയുള്ള ഒരാളെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ആ സ്കൂളിൽ ഇല്ല. അതുകൊണ്ട് നാളെ തൊട്ട് അമ്മ ഞാനാണ് പഠിപ്പിക്കാൻ നിന്നെ എന്ന് പറഞ്ഞു. അവസാനം വലിയ വലിയ അവാർഡുകളും വലിയ വലിയ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങി വലിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ഈ കാണുന്ന മുഴുവനും പകുതിയിലധികം അദ്ദേഹം കണ്ടുപിടിച്ചതാട്ടോ, ഈ ശബ്ദവീചികളടക്കം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവസാനം വീട് മാറിയ സമയത്ത് അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പഴയ കടലാസം ഒന്ന് എടുത്ത് നോക്കി. നിങ്ങളുടെ മകൻ മഹാമണ്ഡനും ഒന്നിനും കൊള്ളാത്തവനും മാനസിക രോഗിയുമാണ്. ഇവനെ ഏതെങ്കിലും ചികിത്സ നടത്തിയിട്ടില്ലെങ്കിൽ മഹാനഷ്ടമായിരിക്കും. ഇങ്ങനെ എഴുതി വിട്ട ഒരാളെ മഹാനായിട്ടുള്ള കണ്ടുപിടുത്തക്കാരനാക്കാൻ വേണ്ടി ആ ദാരിദ്ര്യം പിടിച്ച വീട്ടില് ആ പാതി ഭക്ഷണം മാത്രം കിട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മകനെ പഠിപ്പിച്ചെടുത്ത നാനി തോംസനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അപ്പൊ ഒരു അമ്മയില്ലെങ്കിൽ മറ്റു പലതും ഉണ്ടാവില്ല. അപ്പൊ അത് വിശ്വാമിത്രൻ വ്യക്തമായിട്ട് പറഞ്ഞു. അമ്മമാര് വിചാരിച്ചാൽ മാത്രമേ ഇന്ന് നമ്മുടെ മക്കളെ മര്യാദയ്ക്ക് നടത്താൻ പറ്റുള്ളൂ. കാരണം ആദ്യത്തെ വിദ്യാലയം, സർവകലാശാല, അടുക്കളയും അമ്മയുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദ്രൂല. അവിടെയും അദ്ദേഹം നല്ലൊരു വാക്ക് ഉപയോഗിച്ചു കേട്ടോ. ഈ വാൽമീകി തേടി നടന്ന നരശാർദ്രൂലുണ്ടല്ലോ, അത് വീണ്ടും വിശ്വാമിത്രന് ബോധ്യായി. കാരണം അല്ലാണ്ട് ഇങ്ങനെ കിടക്കാൻ പറ്റില്ല. അയ്യോ എനിക്ക് AC ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല, കറണ്ട് പോയി ഫാൻ ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല, വിശന്നിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അമ്മ എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞ് നമ്മള് കണ്ണല്ലാത്തതൊക്കെ പൊന്നാന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് ശ്രമിച്ചവന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് MDMA ഉണ്ടെങ്കിൽ ആരുടെ കുറ്റം? കഷ്ടപ്പാടും ദുരിതങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും സാമ്പത്തികതയും കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന മാതാപിതാക്കളിൽ നിന്നും വളർന്നു വരുന്ന ഒരു സംഗതി. നിത്യദാരിദ്ര്യത്തിൽ പണ്ട് വളർന്നു വരുന്നൊക്കെ ഗംഭീരന്മാരാവുകയും ഏറ്റവും വലിയവന്മാരൊക്കെ അല്ലാണ്ടായി തീരാൻ ചെയ്യുന്നുണ്ടായി. കാരണം എന്താ? വളർത്തുദോഷം എന്നൊരു വാക്ക് അതിൽ പറയേണ്ടി വരും. അത് രാമൻ ഈ കൗസല്യയിൽ പ്രകടിപ്പില്ല. അതാണ് കൗസല്യയുടെ ഒരു പ്രത്യേകത. മറിച്ച് കൈകേയിക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം 8 വർഷം കഴിഞ്ഞാൽ 8 സംവത്സരത്തിന് ശേഷം പ്രസവിച്ചിട്ടില്ലെങ്കിൽ ആ കാലത്തെ നിയമം അനുസരിച്ച് പുതിയ ആളെ വിവാഹം കഴിക്കാൻ വ്യവസ്ഥയുണ്ട്. അങ്ങനെയാണ് പോയത്. അങ്ങനെ പോയ സമയത്ത് അദ്ദേഹം വയസ്സായിക്കൊണ്ടിരിക്കുന്നു. വയസ്സായ സമയത്ത് എന്താ സംഭവിക്കുക? അങ്ങനെ സ്ത്രീകൾക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കൈകേയിക്ക് സമയത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പുതിയ പട്ടാളക്കാർക്ക് പുതിയ പട്ടാളമുറകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യവാദികളായിട്ടുള്ള സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കണം. യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട്. ശമ്പരൻ എന്ന് പറഞ്ഞിട്ടുള്ള അസുരൻ ദേവന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി പോയ മനുഷ്യന്റെ കഥ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ രഥത്തിൽ തള്ളിപ്പിടിച്ച് കയറിയത് ഞാനുണ്ട്, ദശരഥേട്ടാ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ സ്റ്റൈലിൽ ഏട്ടാ എന്നല്ലേ വിളിക്കുള്ളൂ. കേറി രഥത്തിന്റെ ഉള്ളിൽ കുത്തിയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞില്ല. മറ്റൊരു സ്ത്രീയും കയറ്റിയില്ല. അപ്പൊ ഒരു രഥത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, അശ്വഹൃദയം അറിയുന്ന, യുദ്ധ നിപുണത അറിയുന്ന ഭർത്താവിന് ക്ഷീണം വരുന്ന സമയത്ത് ആശ്വസിപ്പിക്കാൻ സാധിച്ചതിന്റെ ഒക്കെ വെളിച്ചത്തിൽ പിന്നെ മുനി പറഞ്ഞിട്ട് വിരൽ ഇരുമ്പ് പോലെ ആക്കിയതുകൊണ്ടാണ് കീലകം പോയത് വിരലിട്ടെന്നാണ്. യുക്തിപരമായിട്ട് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം വിരലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അനുസരിച്ച് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഷിയറിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഞ്ചിനീയറിംഗിൽ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഞാൻ കുറെ കാലം ഇവിടെ മെക്കാനിക്കൽ സെക്ഷനിൽ ഉണ്ടായിരുന്നതാണ്, സെൻട്രൽ കോയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. എൻ്റെയൊക്കെ ഗുരുക്കന്മാരും എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് സംഘാടക സമിതിയിൽ. അപ്പൊ ഇതില് ഞാൻ സന്ദർഭമായിട്ട് അത് പറഞ്ഞു എന്ന് മാത്രമല്ല. അപ്പോ അവിടെ കീലകം ഇളകുന്നത് കണ്ടപ്പോൾ വിരലുകൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു ധൈര്യം കാണിച്ചിട്ടുണ്ട്. അമ്പുകൾ ഇങ്ങനെ തുരുതുരായി എഴുതി വരുമ്പോ അയ്യോ ഞാൻ ഓടിപ്പോവാണെന്ന് പറഞ്ഞു പോകുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല കൈകേയി. സുന്ദരി മാത്രമായിരുന്നില്ല, ഒരു 1.5 ഭരണ നിപുണതയും കൂടി ഉണ്ടായിരുന്നു അവർക്ക്. യുധാജിത്തിന് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ദശരഥന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ. എന്തുകൊണ്ട് കൊടുത്തയച്ചെന്നറിയോ? കേകയ രാജ്യം, കാശി രാജ്യം, അതേപോലെ തന്നെ കോസല രാജ്യമൊക്കെ ഒരു ട്രിപ്പിൾ കോണ്ടിനെന്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തൊക്കെ വിവാഹ ബന്ധത്തിലൂടെ ശക്തിയായി. അപ്പൊ പിന്നെ ദശരഥനെ സംബന്ധിച്ചിടത്തോളം ഈ കേകയത്തിനെ വെറുതെ ഒരു അമ്പെടുത്ത് എഴുതിയ പോലെ ഇവരൊക്കെ ഇത്രയും ശക്തന്മാരാണ്. മഹാജനപദങ്ങളെ കുറിച്ചുള്ള പൊളിറ്റിക്കൽ റിവ്യൂ നമ്മളൊന്ന് എടുത്തു നോക്കുക, പൊളിറ്റിക്കൽ റിവ്യൂ. അങ്ങനെ വരുമ്പോൾ മക്കളെ കൊടുത്ത് ഒരു തരത്തിലും യുദ്ധമില്ലാത്ത അവസ്ഥയിൽ യുദ്ധമില്ലാത്ത സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ
ഇപ്പൊ നമ്മൾ റഷ്യ ആയാലും ഉക്രൈൻ ആയാലും നട്ടം തിരിയണ എന്തുകൊണ്ടാണ്? വല്ലോണത് ഇട്ട് പോകാൻ പറ്റണില്ലല്ലോ എന്നാണ്. ശരിയല്ലേ? ആവശ്യം ഉണ്ടായിരുന്നതിൻ്റെയൊക്കെ. ഒരു യുദ്ധവും നമുക്കൊരു ഗുണം ഉണ്ടാക്കില്ല എന്ന് അന്നറിയാമായിരുന്നവർ അയോധ്യ, അതുകൊണ്ടാണ് യുദ്ധം ചെയ്ത് ഒരിക്കൽ പോലും തോൽപ്പിക്കാൻ സാധിക്കാത്ത ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാടായിട്ട് അയോധ്യയെ കണക്കാക്കി, കോസലത്തിന്റെ തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക്. ഇതൊക്കെ കണ്ടപ്പോഴാണ് ഈ കൈകയെ അങ്ങോട്ട് കൊടുക്കുക. നമുക്ക് എന്ത് പ്രശ്നമില്ലാലും അപ്പൊ ഒരു ശുൽക്കമുണ്ട്, വിവാഹ വാഗ്ദാനം നടത്തണം. എന്താണത്? കൈകേയിയുടെ പുത്രനായിരിക്കും രാജ്യഭരണം. കാരണം മറ്റത് 8 വർഷം പരിശ്രമിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇതിന് ഗ്യാരണ്ടി കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താ ഉണ്ടായത്? ആ വാഗ്ദാന ലംഘനം തെറ്റിച്ചു എന്ന് പലരും വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. അവർക്കും 8 വർഷം കഴിഞ്ഞപ്പോ ഇല്ലല്ലോ, ഉണ്ടായോ? എന്നാ പിന്നെ അടുത്ത വർഷം ഉണ്ടാവണ്ടേ? 13-ാം മാസം താലോലിക്കാനായിട്ട് തൊട്ടിലെട്ടിയില്ലല്ലോ. എന്താ കാരണം? ഉണ്ടായിരുന്നില്ല, നടന്നില്ല. അപ്പൊ ആ വാഗ്ദാനത്തിന്, ആ ശുൽക്കത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ സുമിത്ര കാശി രാജാവിൻ്റെതായിട്ടുള്ള ഒരു വലിയൊരു പ്രഭുവിന്റെ മകളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ ക്വാളിറ്റി നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. എല്ലാവരെയും യോജിപ്പിക്കുന്ന, ആ പേരിൽ തന്നെ ഉണ്ട് ഒരു മിത്രഭാവം അല്ലേ? അതുകൊണ്ടല്ലേ ലക്ഷ്മണൻ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് അച്ഛനെ കെട്ടിയിടും. അച്ഛന് ഈ പറഞ്ഞ സംഗതി നടക്കില്ല. എൻ്റെ ജ്യേഷ്ഠന്, കാരണം ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ പിതാവിനേക്കാൾ അപ്പുറത്തായിട്ട് കണക്കാക്കുന്ന ഒരു സഹോദരനെ നമ്മൾ കാണുന്നത് ലക്ഷ്മണനിലൂടെയാണ്. അതാണ് ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത. അത് തന്നെയാണ് അതിന്റെ നിത്യനൂതനത്വം. ഇന്നുണ്ട് കുറെ ആൾക്കാർ, അപൂർവം ചില ആൾക്കാർ ഇല്ലാണ്ടിരിക്കാം, പക്ഷെ ചിലർക്ക് ഇപ്പോഴും ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ വലിയൊരു സംഗതിയാണ്. ചേട്ടന്റെ ഭാര്യ, ചേട്ടത്തി, അമ്മ എന്നൊക്കെയാണ് ഞങ്ങൾ വിളിക്കുക. അമ്മയ്ക്ക് സ്ഥാനാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അച്ഛനെ വരയ്ക്കും. ക്ഷത്രിയ വീര്യത്തിന്റെ പരിമയുടെ ഭാഗമായിട്ട് ആ ക്ഷാത്രവീര്യത്തിന്റെ ഇതുള്ള ദേഷ്യം വിട്ട് ആ കൗസല്യാദേവി കരയണ കണ്ടപ്പോ രാജ്യം തരാന്ന് പറഞ്ഞ് വ്യത്യാസം ചെന്നപ്പോണ്ട് രാജ്യം ഇല്ല, ഒന്നുമില്ല, 14 വർഷം കൊണ്ടുപോകണം. കാരണം എന്താ? ഇന്നും അന്നും നമ്മുടേതായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം പ്രകാരം 13 വർഷം മാത്രമാണ് ഒരാൾക്ക് കൈവകാശമുള്ളൂ. അതും കൂടി കഴിഞ്ഞിട്ട് കിട്ടുക. അതാണ് ഈ മഹാഭാരതത്തിലുണ്ട്, നീ 12 വർഷം +1 കാണാതെ വെക്കോ, കാരണം എന്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവകാശമില്ല. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ രാമജന്മഭൂമി ക്ഷേത്രത്തിന് വേണ്ടി കേസൊക്കെ കൊടുത്ത് കാര്യങ്ങൾ ചെയ്ത് സുപ്രീം കോടതിയും കോടതികളൊക്കെ അതിനു വേണ്ടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിന്നപ്പോൾ സാന്ദർഭികമായിട്ട് നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ പണിതു 500 കൊല്ലം കാത്തിരുന്നു നമ്മള്. അവസാനം ആ 12 വർഷം കഴിയാൻ ഒരു ദിവസം ബാക്കിയുള്ളപ്പോഴാണ് കൊണ്ടുകൊടുത്തത്. അതാണ് ഇത്രയും പ്രശ്നങ്ങളായത്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇത് വേണ്ടാന്നൊന്നും വെച്ചിട്ടില്ല. അത് നല്ല രീതിയിൽ ഇപ്പൊ മിഴി തുറന്നിരിക്കുന്നു. രാമനവമിയും കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം ഞാൻ സന്ദർഭമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ തിരിഞ്ഞു പോയ ഒരു ഭാഗത്തേക്ക് ഞാൻ വീണ്ടും വരാം. അഹല്യ ദ്രൗപദി സീത താരാമണ്ഡോദരീ തഥ. അഹല്യയെ ഹല്യയാക്കിപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചിന്തിച്ചത്. അഹല്യ തന്നെയാണ് അവര്. അതുപോലെ തന്നെ ദ്രൗപദി നമ്മൾ എടുത്തു. 5 ഭർത്താക്കന്മാരുടെ ഭാര്യയല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ടീമിനെയാണ് നമ്മൾ പ്രാതസ്മരണയിൽ പെടുത്തിയിരിക്കുന്ന, പാവം തീരാൻ കേട്ടോ. സീത 3ാമതേ വരുന്നുള്ളൂ കേട്ടോ. ഇനി താര, അയ്യട ബാലിയുടെ, രാവണന്റെ കൂട്ടുകാരനായിട്ട് സ്വന്തം സഹോദരനായിട്ടുള്ള സുഗ്രീവന് ഇരിക്കപ്രതിയില്ലാതെ ഋഷ്യമുഖാചലത്തിൽ എന്നും ഓടിച്ചതുകൊണ്ട് അല്ലെ ബാലി കേറാ മല എന്ന് മിക്കവാറും രാമായണം ഒരിക്കൽ പോലും വായിക്കാത്ത ആൾക്കാർ ചൊല്ലുന്ന ഒരു ചൊല്ലില്ലേ നമ്മുടെ നാട്ടിൽ, ബാലി കേറാ മല എന്ന് വെച്ചാലോ ഒരു കാരണവശാലും നടക്കില്ല, അങ്ങോട്ട് കാല് തൊടാൻ പറ്റില്ല. അങ്ങനെയാണ് ആ മുനി ശപിച്ചു വെച്ചിരിക്കുന്നത്. അവിടെയാണ് അപഞ്ചരികൾ. അപ്പോ ആ രീതിയിലുള്ള ബാലിയുടെ ഭാര്യ താര പാലാഴി കടഞ്ഞ സമയത്ത് ലക്ഷ്മി ദേവിയോടൊപ്പം വന്ന ടീമാണ് കേട്ടോ അവര്. നിസ്സാരല്ല. നമ്മൾക്കൊക്കെ ഈ താരയെ കാണുമ്പോൾ ഈ നമ്മളൊരു മങ്കി ഫേസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പല ആൾക്കാരും മേക്കപ്പ് കിട്ടണം. അത്രയൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട ചങ്ങാതി. അസല് സുന്ദരിയാണ്. മാത്രമല്ല അവരോളം അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ഒരു സ്ത്രീ ആ കാലത്തുണ്ടായിരുന്നില്ല. കാരണം ബാലിയെ പോലെ ഒരാളെ അവർ നിയന്ത്രിക്കുന്ന രീതിയിൽ പറയുന്ന വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ പെട്ടെന്ന് എടുത്ത് പോണത് സമയം കഴിഞ്ഞ് നിൽക്കേണ്ടി വരുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വിശദീകരിക്കാനുള്ളതുണ്ട്. ഇത് 17 മണിക്കൂറിന്റെ സാധനം കയ്യിലിരിക്കുന്നത്. അപ്പൊ അത് 1.5 മണിക്കൂറിനുള്ളിൽ എത്തിക്കണമെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ പിച്ച് പറിച്ചെടുക്കുക. അതാണല്ലോ സത്രത്തിന് അത് മതി. അങ്ങനെ വരുമ്പോൾ ഈ താര പറയുന്നുണ്ട്, നോക്കൂ സ്വാമി, സുഗ്രീവൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയാണെന്ന് ധരിക്കണ്ട. അംഗദനെയും മറ്റ് ചാരന്മാരെയും, ചാരചക്ഷുസ്, ഒരു രാജാവിന് 1000 കണ്ണുകൾ വേണമെന്നാ പറയാ. അത് സഹസ്രനാമത്തിൽ നമ്മൾ പറയും. വിഷ്ണു സഹസ്രനാമത്തിൽ അതുപോലെയുള്ള ആൾക്കാരുടെ പറഞ്ഞ് പുരുഷ സൂക്തത്തിലൊക്കെ പറയും. സഹസ്രാക്ഷ സഹസ്രവാദ്, സഹസ്ര ശീർഷ പുരുഷ, സഹസ്രാക്ഷ സഹസ്രവാദ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈശ്വരനെ വധിക്കുക. 1000 കണ്ണുകൾ, 1000 കയ്യും കാലും. ഇത് എന്തെന്നത്? അതിൻ്റെ അർത്ഥം ഇന്നാണെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ 820 കോടി ജനങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഈ പോപ്പുലേഷൻ സൈക്കിൾ പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലോക്കിലുള്ളത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അവിടെ നിന്നും വന്നിട്ടുണ്ട്, അവര് രാമലക്ഷ്മണന്മാർ വന്നിട്ടുണ്ട്. അങ്ങനെ ശക്തനായിട്ടുള്ളൊരു സൗഹൃദ ബന്ധം ഒരു പക്ഷേ സ്ഥാപിച്ചിട്ടായിരിക്കും അങ്ങയുടെ അടുത്ത് മെക്കെട്ട് കയറാനായിട്ട് പവൻ ആ ഗോപുരവാദത്തിൽ വന്ന് വിളിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ബി കെയർഫുൾ. പക്ഷെ ബാലിയുണ്ട് അത് കേൾക്കണോ? കാരണം എന്താ? ജന്മനാ ഇന്ദ്രന്റെ പുത്രൻ, ബലശാലി, അതുകൊണ്ടാണല്ലോ ബാലി എന്ന് പേര് വന്നത്. മാത്രല്ല തനിക്ക് താൻ നേരെ നിൽക്കുന്ന ഏതൊരു യോദ്ധാവ്, ചെറുവനാവട്ടെ വലിയവനാവട്ടെ, അവന്റെ പകുതി ശക്തി കൂടെ വരും. അപ്പൊ എത്രയേ? 1+ ആരെയും കൂടെ കിടക്കുമ്പോൾ 1.5 പിന്നെ രാമൻ എന്നല്ല വേറെ ആരെങ്കിലും വിചാരിച്ചാൽ ഈ ബാലിയെ ഒന്ന് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ബാലിക്ക് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ സുഗ്രീവനെ ഓടിച്ചു കളയാൻ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ധാർമ്മികമായിട്ട് വലിയ പ്രശ്നം നമുക്ക് അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇതിപ്പോ രാമൻ കൃത്യമായിട്ട് കൊല്ലാൻ കണ്ട കാരണത്തിൽ ഒന്ന് ക്ഷാത്രധർമ്മം അനുസരിച്ച് സൗഹൃദം, അഗ്നിസാക്ഷിയായിട്ട് സൗഹൃദം നടത്തിയിട്ടുണ്ട്. അവിടെ ബാലിയെ കണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ആശാൻ ഒരു വാക്ക് കൊടുത്തു. ആദ്യം പറഞ്ഞ വാക്കാണ്, മുനിമണ്ഡലത്തിൽ തന്നെയാണ് രാമൻ ഉണ്ടായ. രാമൻ വിഗ്രഹവാനും സത്യവാനും ആകാൻ കാരണം എന്താ? ചില സമയത്ത് അസ്ഥാനത്ത് ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീത വരയ്ക്കും ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ നാഥ, ഈ രാക്ഷസന്മാരായിട്ടൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ല, നമ്മളെ അദ്ദേഹം ഒന്നും ചെയ്യാൻ വരുന്നില്ല, ഇങ്ങോട്ട് കൊല്ലാൻ വരുന്ന ആൾക്കാരെ മാത്രം ആയുധം എടുത്ത് എന്തെങ്കിലും ചെയ്താൽ പോരെ. അദ്ദേഹം താങ്കളുമായിട്ട് അല്ലെങ്കിൽ അങ്ങേക്ക് യാതൊരു തരത്തിലുള്ള ശത്രുത ഇല്ലാത്ത ആൾക്കാരെ ഹിംസയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി ആയുധങ്ങൾ വെക്കുമ്പോൾ അനിയനുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്തോളൂ കേട്ടോ എന്ന് പറയുന്ന ഒരു സീതൻ. നീ മിണ്ടാണ്ടിരിക്കണേന്നൊന്നും പറഞ്ഞില്ല കേട്ടോ ആശാൻ. അത് കേൾക്കണ്ട. അപ്പൊ അന്നും സ്ത്രീക്ക് ഇത്രയും വലിയൊരു സദസ്സിന്റെ ഒരു കാര്യം പറയാൻ അധികാരമുണ്ടായിരുന്നു എന്നുള്ളത് മറക്കരുത് കേട്ടോ. അതും കൂടെ കൂട്ടത്തിൽ വായിച്ചോളണം. അങ്ങനെ വരുമ്പോൾ ഈ താരയും പറയുന്നുണ്ട്, സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായൊരു കാരണം ഉണ്ടാവും. ഇനിയിപ്പോ ഇന്നിപ്പൊ തന്നെ ഈ വിളിച്ച സമയത്ത് തന്നെ പോകേണ്ട കാര്യമുണ്ടോ? നാളെ വിളിച്ചായാലും നിങ്ങളുടെ ശക്തി കുറയാനൊന്നും മുകളിലോ. അതുകൊണ്ടൊന്ന് ആലോചിച്ചിട്ട് മതി എന്ന് പറയുന്ന ഒരു ഉപദേശിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അപ്പൊ ഭാര്യ എന്ന് പറഞ്ഞ് വെറുതെ വെച്ചും കുടിച്ചും അതുപോലെ കലം കഴുകിയും ഭക്ഷണം വെച്ചും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ജീവിക്കലും മാത്രമായിരുന്നില്ല രാമായണത്തിലെ പല സ്ത്രീകൾക്കും. രാക്ഷസരായാലും മണ്ഡോദരി, ഏറ്റവും അങ്ങ് എക്സ്ട്രീം എനിക്ക് നോക്കാം നമുക്ക്. ലങ്കയില് ഈ രാവണനൊക്കെ അഴകിയായിട്ടുള്ള രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാമൻ പോലും വിഭീഷണനോട് ചോദിച്ചിട്ടുണ്ട്, ആരദ്ദേഹം? അയ്യോ എൻ്റെ രാമസ്വാമി, താങ്കൾ ഇതുവരെ അന്വേഷിച്ചുകൊണ്ട് നടന്നിരുന്ന ടീമാണ് താൻ നിൽക്കണേന്ന് പറഞ്ഞ സമയത്താണ് എൻ്റെ പൊന്ന് ഇത്രയും നല്ലൊരു പേഴ്സണാലിറ്റിയോ എന്ന ഒരു ആഹാ എക്സ്പീരിയൻസോട് കൂടി ഈ ശത്രുവിനെ മുഖത്ത് നോക്കി സംസാരിച്ചൊരു വിശേഷമുണ്ട്. ഹനുമാനെ പോലുള്ള ഏറ്റവും വലിയ സ്ഥിതപ്രജ്ഞന് പോലും ലങ്കയിൽ ചെന്ന് അദ്ദേഹം തൻ്റെ കൃമി ശരീരം എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ CCTV ക്യാമറ വെച്ചപ്പോ ഈ രാമന്റെക്കാൾ ഗംഭീരമായിട്ടുള്ള പേഴ്സണാലിറ്റിയിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ലേശം വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അതുപോലെ മണ്ഡോദരിയും അതുപോലെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു CCTV ക്യാമറ ലേശം അങ്ങനെ സൈഡ് വലിച്ച് ഹനുമാൻ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് സീതയെ അന്വേഷിച്ചിട്ടാണെന്ന് മാത്രം. അതുകൊണ്ട് വേറെ ഒന്നും തോന്നിയില്ല. നമ്മുടെ ആൾക്കാർ ഈ CCTV ക്യാമറയ്ക്ക് പകരം ഇതൊക്കെ ഒന്ന് ചെയ്യുമ്പോഴാണ് വളരെയധികം റീലുകളൊക്കെ കാണും ഇല്ലേ? അതിലിങ്ങനെ ഇരുന്നു. നാളെ ഒരു ചെക്കൻ ബോധം കെട്ട് വീണു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ റീല് കണ്ടു. പിന്നെ അവസാനം കണ്ണും പോയി, അവന് ഭക്ഷണമൊന്നും കഴിക്കാത്ത കണ്ട് മറിഞ്ഞു വീഴുകയും ചെയ്തു, ആശുപത്രിയിലാക്കുകയും ചെയ്തു. അപ്പൊ റീലിന് ഇങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഉറക്കം വരേണ്ട സമയത്ത് നമ്മളിൽ പല ആൾക്കാരും എന്താ ചെയ്യുക, എന്നാൽ ഇതും കൂടി കണ്ടിട്ട് ഉറങ്ങാന്ന് പറയും. പിന്നെ രാത്രി 1 മണിയാവും. 11 മണിക്കാണ് നമ്മളൊന്ന് ഉറങ്ങാന്ന് വിചാരിച്ചേ. ഡോക്ടറൊക്കെ പറഞ്ഞു നേരത്തിന് ഉറങ്ങാൻ, നേരത്തിന് ഭക്ഷണം കഴിക്കുക, ശരിയല്ലേ? അപ്പൊ രാമന്റെ ജീവിതം ചിട്ടയായിട്ട് ജീവിക്കുന്ന സമയത്ത് ഈ കാട്ടിലാണെങ്കിലും ചിട്ടയൊന്നും കുറച്ചില്ല. മിതാഹാരം ഇല്ലേ, ദ പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ എക്സസൈസ്, പോസിറ്റീവ് തിങ്കിങ്, പിന്നെ പ്രാണായാമമൊക്കെ എടുക്കുന്നതുകൊണ്ട് പ്രോപ്പർ ബ്രീത്തിങ്, പോസിറ്റീവ് തിങ്കിങ്, പ്രോപ്പർ റിലാക്സേഷൻ. എന്ത് വന്നാലും ആശാന് റിലാക്സേഷൻ മാറുന്ന പ്രശ്നമില്ല. എന്താ കാരണം? രാജ്യം തരാമെന്ന് അച്ഛൻ പറഞ്ഞു. ആ ശരി അച്ഛാ, നാളെ ഉപവാസം എടുത്തിട്ട് പോരെ കേട്ടോ എന്ന് പറഞ്ഞു. ആശാൻ ഉപവാസം എടുത്ത് വ്യത്യാസം ചെന്നപ്പോ ഇല്ല. കൈകേയി മാതാവിനെ കൊണ്ട് പറയാണ്, സത്യപാലനം വേണമല്ലോ. ഈ രാമനും ദശരഥനൊക്കെ സത്യം പാലിക്കുന്നതിൽ വലിയ ഗംഭീരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ ശ്രവണകുമാരൻ ഒരു വൈശ്യകുമാരനാണ്. നിങ്ങൾക്ക് ബ്രഹ്മഹത്യാദി പാപം ഒന്നും ഉണ്ടാവില്ല, മഹാരാജാവേ ചക്രവർത്തി നിങ്ങൾ പൊക്കോളൂ എന്നല്ല പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇത്തിരി വെള്ളം കൊണ്ടു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങേർക്ക് വേണമെങ്കിൽ പോകാമായിരുന്നില്ലേ, പോടാ ഇറക്കാം അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് അല്ല ഉണ്ടായത്. അവിടെ ചെന്നു ഞാൻ ഇന്ന ആളാണെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞു. ഈ ശാപം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ഈ പറയണേ. ശാപം കിട്ടിയപ്പോഴും അദ്ദേഹത്തിന് വേറെ ഒരു ഭാവമില്ല, ശരി അത് അനുഭവിക്കുക തന്നെ. അപ്പൊ അങ്ങനെ ചില സംഗതിയുണ്ട്. സത്യം പാലിക്കാം, 2 വരം കൊടുക്കാം. ആദ്യം ചോദിച്ച സമയത്ത് ഈ കൈകേയി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല സ്ത്രീ പറഞ്ഞു കേട്ടോ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം സത്രവേദിയിലിരിക്കുന്ന സജ്ജനങ്ങളെ, എനിക്ക് വേണ്ട, അതെന്റെ കടമയാണ്, നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ഈ ഭംഗിയായിട്ട് ഈ സ്ത്രീ പറയുന്നുണ്ട്.
ഞാൻ തരാം. നമ്മുടെയും ചില ആൾക്കാർക്ക് ഈ പുതുമോടിയിലുള്ള ഭർത്താക്കന്മാർക്ക് ഇപ്പോഴും ഉള്ള സ്വഭാവമുണ്ട്. അത് ഈ രാമായണത്തിൽ മാത്രമല്ല, ഇന്നും ഉണ്ട് അത്. ആദ്യത്തെ ഒരു ജഹപോഹയും ആക്രാന്തമൊക്കെ കാണുന്ന സമയത്ത് എല്ലാം കയറി അങ്ങോട്ട് വാഗ്ദാനം ചെയ്യും. അവസാനം സർവത്ര പ്രശ്നമാവുകയും ചെയ്യും. ഇപ്പൊ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ കുളമാവുക എന്ന് അതിന് പറയാം. അപ്പൊ കൊളാക്കി കളഞ്ഞിട്ടുണ്ടാവും ജീവിതം. ഇവിടെ എന്താ സംഭവിച്ചത്? ദശരഥന് കൊടുക്കാനുള്ള വര അപ്പ കൊടുത്തു, അപ്പ തീർത്തു. ഇനി ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ശീമാട്ടിയിലോ, ഇപ്പൊ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറൊക്കെ തമാശ രൂപത്തിൽ പറയും, ആ കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ തന്നെ, ഇപ്പൊ സാരിയാണോ അപ്പൊ തന്നെ 2 സാരി വാങ്ങിച്ചു കൊടുക്കുക. വേറെ എന്തെങ്കിലും ആണോ അപ്പൊ തന്നെ ഭീമേല എവിടെയെങ്കിലും പോയി ഒരു പവനോ, എന്നൊക്കെ ഭയങ്കര വിലയാണ്, അന്ന് അത്ര വിലയില്ല, അതിങ്ങോട്ട് ചെയ്ത് കൊടുത്ത് ആ സംഗതിയെ തീർത്തേക്കണം, ക്ലോസ് ചെയ്തേക്കണം. അതില്ലെങ്കിൽ സർവത്ര പ്രശ്നങ്ങൾ വരും, ഇതുപോലുള്ള അനർത്ഥങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് കൈകേയിയോട് ഒരു സ്നേഹമുള്ളത്, മന്ദരയോടൊരു സ്നേഹമുള്ളത്, അത് നേരത്തെ പറഞ്ഞ പോലെ വിമർശിക്കാൻ വേണ്ടി വായിച്ചതിന്റെ ബാക്കി പത്രം അന്ന് കുട്ടികളോ. ഈ കൈകേയി ഇല്ലായിരുന്നെങ്കിൽ രാമായണം എത്ര പേജ് ഉണ്ടാകുമായിരുന്നു? ഇതുപോലെ ഒരു ഗ്രന്ഥം എഴുതാൻ പറ്റുമോ? ആകെ 12 പേജ് ഉണ്ടാവും, അല്ലെങ്കിൽ 15 പേജ് ഉണ്ടാവും. കാരണം എന്താ? രാമൻ കാട്ടിപ്പോയി, കുറെ കഴിയുമ്പോൾ തിരിച്ചു വന്നു, രാമൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളുണ്ടായി. ആ കുട്ടികളുടെ മക്കള് 6-5 രാജ്യം ഭരിച്ചു, സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് തീർന്നു. രാമായണം ഉണ്ടാവുമോ? ലക്ഷ്മണൻ കാട്ടിലേക്ക് വരാനായിട്ടുള്ള ഒരു തീരുമാനം നടത്തിയില്ലായിരുന്നെങ്കിൽ രാമായണം ഉണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം രാവണന്റെ കൂടെ, രാവണൻ എന്ന ആൾക്ക് സീതയെ കട്ടുകൊണ്ട് പോകണമെങ്കിൽ രാമന്റെ കൂടെ ആണെങ്കിൽ നടക്കണ കാര്യമാണോ? സീതയും രാമനും മാത്രം കാട്ടിൽ പോയിരുന്നെങ്കിലത്തെ ഗതികേട് എന്തായിരിക്കും? പല രക്ഷയുണ്ടാവും. സീത എപ്പോഴും ആരുടെ കൂടെ ഉണ്ടാവും? മാനിനെ പിടിക്കാനല്ല, ആനയെ പിടിക്കാനായാലും ശരി, എവിടെ ഉണ്ടാവും? കൂടെ ഉണ്ടാവും. കൂടെയുള്ള രാമന്റെ അടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും വേഷം കണ്ടെടുക്കാൻ പറ്റുമോ? അപ്പൊ ലക്ഷ്മണൻ കൂടെ വന്നതുകൊണ്ടാണ് ലക്ഷ്മണനെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. ഈ സീത വളരെ മാതൃകയാണ് കേട്ടോ, എനിക്കൊരു കുറ്റമില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഈ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞോ? ആരോടാണ് ഈ പറയണ കൂട്ടരെ? ലക്ഷ്മണന്റെ ഇന്റഗ്രിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കും, ആത്മാർത്ഥതയെ കുറിച്ച്, ജഡത്തിയമ്മയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധാരണ എന്താ? ആഭരണങ്ങൾ എവിടേക്കോ കൊണ്ടുപോകുന്ന സമയത്ത്, വിമാനത്തിൽ കൊണ്ടുപോകുമ്പോ ഇത് എൻ്റെ ഭർത്താവിന് കാണാനും അടയാളമായി പറയാനും ഇടവരട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞു മോങ്ങി ആ അനസൂയൊക്കെ കൊടുത്തിട്ടുള്ള വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറി ആ ശതി നേരെ ഋഷിമുഖാചലത്തിൽ ഇരിക്കുന്ന 5 വാനരന്മാരുടെ അടുത്തേക്ക് ഇടുന്നില്ലേ? ആ ഇടുന്ന സമയത്ത്, അത് കിട്ടിയ സമയത്ത് രാമൻ ആകെ കണ്ണീര് കൊണ്ട് വിഷമായി, എമോഷണലി വീക്ക്നെസ് ഒക്കെ ആയി ഇരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ ഇതൊന്ന് നോക്ക്, നിന്റെ ചേട്ടത്തിയമ്മയുടെ ആണോ എന്ന് അറിയാനാണ് എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ ഇത് വിരിച്ച് നോക്കി, എല്ലാം തുറന്നു നോക്കി, വളയം അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ നെഞ്ഞത്ത് കിടക്കുന്ന ഈ പതക്കമുള്ളൊരു ചെയ്യനും ഉണ്ടായിരുന്നു അതില്. ലക്ഷ്മണൻ നോക്കിയപ്പോ പറഞ്ഞു, ജ്യേഷ്ഠ, ബാറ്റുള്ള ആഭരണങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഈ കാല് തൊട്ട് വന്നിക്കുന്ന സമയത്ത് ഈ കാൽത്തള, ഈ പാദസരം കുഴപ്പമില്ല കേട്ടോ, ഇതെനിക്ക് തോന്നുന്നുണ്ട് ഇത് ചേട്ടത്തിയമ്മയുടെയാണ്, ബാക്കിയുള്ളതൊന്നും അറിയില്ല. ഇപ്പോഴത്തെ ആൾക്കാരോടാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളൊന്ന് പറഞ്ഞേക്കേ? പിന്നെ ചേട്ടാ എനിക്കറിയാം, ചേച്ചിയമ്മ ഇവിടെ ഇടണത് ഇത് പതക്കണത്, ശരിയല്ലേ? എല്ലാ ആഭരണങ്ങളും എവിടെ ഇടണേ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും സ്വന്തം വീട്ടിൽ തന്നെ. ബി കെയർഫുൾ. കാരണം എന്താ? ഇത് ലക്ഷ്മണനല്ല. പേരൊക്കെ പലരും അതുപോലെ തന്നെ ആയിരിക്കും, പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് വ്യത്യസ്തമായിട്ടുണ്ട്. ആ മൂല്യങ്ങൾ, വാല്യൂസ്, മൂല്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അവിടെയാണ് രാമായണം ഇന്നും പ്രസക്തമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ആ ആഭരണങ്ങളുടെ അത് മാത്രം മതിയായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ലക്ഷ്മണൻ ഒരു ഇത്തിരി പോലും അമ്മ പറഞ്ഞ വാക്കിൽ നിന്ന് മാറിയിട്ടില്ല. രാമം ദശരഥം വിദ്ധി, അല്ലെ? മഹാഭാരതത്തിൽ മറ്റേ ഇതില് ഈ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരരുചി അടക്കം വരുന്ന ആൾക്കാരെ ഏറ്റവും പരീക്ഷണ വസ്തുവാക്കി വെച്ചപ്പോൾ രാമായണത്തിൽ ഉത്കൃഷ്ടമായ ശ്ലോകത്തെ തേടിപ്പോയിട്ട് അറിയാതെ കിടക്കുന്ന സമയത്തുള്ള ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കാണും. അങ്ങനെ വരുമ്പോൾ രാമനെ നീ അച്ഛനായി കാണണം. ഞാൻ തന്നെയാണ് ഈ നിൽക്കുന്ന സീത, അമ്മയായി. അതുകൊണ്ടാണ് ജ്യേഷ്ഠത്തി അമ്മയായിട്ട് മാറുന്നത്. അമ്മ, നീ എവിടെയാണോ അത് തന്നെയാണ് നിന്റെ അയോധ്യ, നീ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ലക്ഷ്മണനും അവസാനം ഒരു ചെറിയ ചാഞ്ചല്യം വന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ പണിപ്പെട്ട് ലങ്ക വിഭീഷണൻ അങ്ങോട്ട് കൊടുത്ത സമയത്ത് സ്വർണ്ണമയായിട്ടുള്ള ലങ്കയെ കുറിച്ച് ഇനിയിപ്പോ 13 വർഷം കഴിഞ്ഞ് 14ആയി. കാര്യം ഭരതൻ ചിത്രകൂടത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ജ്യേഷ്ഠ 14 വർഷം കഴിഞ്ഞിട്ട് ഒരു സൂര്യോദയത്തിന് അങ്ങേ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി എൻ്റെ ജീവിതം കളയും എന്ന പ്രതിജ്ഞയും കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്താ? അതിന് അദ്ദേഹത്തിന്റെ ലോജിക്ക് ഉണ്ട്. ഒന്ന്, അദ്ദേഹം ഉള്ള സമയത്തല്ല ഈ തീരുമാനങ്ങൾ നടന്നിട്ടുള്ളത്. അത് കൗസല്യോട് പറയുന്ന ഒരു രംഗമുണ്ട്. അത് കേട്ടപ്പോഴാണ് ലക്ഷ്മണന് വല്ലാണ്ട് ദേഷ്യം വന്നത്.
അതാണ് പിന്നെ ലക്ഷ്മണോപദേശത്തിലേക്കൊക്കെ പോയത്. അങ്ങനെ വരുന്ന സമയത്ത് ഭരതൻ പറയുന്നുണ്ട്, ആ അമ്മയോട് ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന ഭരതന് ജ്യേഷ്ഠന് ഇതെല്ലാം നഷ്ടപ്പെടുത്തി നിന്റെ ഇംഗിതമൊക്കെ ഞാൻ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ അതൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് അമ്മയുടെ കടമയാണ് മക്കൾക്ക് ഭംഗിയായിട്ടുള്ള കാര്യം നടത്തുന്നത്. അതൊരു റൈറ്റ് തന്നെയാണ്. പക്ഷേ അത് മക്കൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമായി. അവിടെയാണ് കൈകേയിയുടെ ഒരു പ്രശ്നം വന്നത്. അതുപോലെ തന്നെ രാമന് രാജാഭിഷേകം നടക്കുന്നു എന്ന് അറിഞ്ഞ സമയത്ത് ആദ്യം വന്ന് പറഞ്ഞിട്ടുള്ള ആ മന്ദരയ്ക്ക് ആദ്യം കൊടുത്തത് എന്താ? ആഹാ, രാമന് കൊടുത്തു എന്നല്ല അദ്ദേഹം പറഞ്ഞേ, യുധാജിത്ത്. ആ രാജ്യത്ത് നിന്ന് വരുമ്പോ ആങ്ങളയ്ക്ക് പെങ്ങൾക്ക് കൊടുത്തിട്ട് മതിയാവണില്ല. അവസാനം മന്ദരയും കൂടെ വിട്ടിട്ട് പറഞ്ഞു, മന്ദരേ എൻ്റെ പെങ്ങളെ ഒന്ന് നോക്കിക്കോളണേ, അവൾ ഇത്തിരി പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ പറഞ്ഞത് വേണം ശരിയാക്കാൻ, നീ എൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ പെങ്ങളുടെ. അതോടൊപ്പം തന്നെ എനിക്ക് മതിയേ ഇല്ല ഇവൾക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞ് വിശിഷ്ടമായിട്ടുള്ളൊരു മാലയും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ മാല എടുത്തിട്ടാണ് മന്ദരയ്ക്ക് കൊടുക്കണേ. ഏറ്റവും അതിവിശിഷ്ടമായിട്ടുള്ള ഒരു സാധനം രാമന് രാജാഭിഷേകം നാളെ ഉണ്ടെന്ന് കേട്ട സമയത്ത് ആദ്യം ഉണ്ടായ വികാരം, ദ ആറ്റിറ്റ്യൂഡ് വെരി പോസിറ്റീവാണ്. പക്ഷെ പിന്നെയോ പെർസുവേഷൻ എന്ന് മനഃശാസ്ത്രത്തിൽ പറയും. ഞങ്ങളൊക്കെ ഈ MSc സൈക്കോളജി പഠിക്കുമ്പോൾ ചില പ്രത്യേക വേർഡുകളിൽ കുറെ എക്സാമ്പിൾസ് ഒക്കെ പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്, അതങ്ങനെ കയറ്റി എന്നിട്ടും ആദ്യമൊന്നും മനസ്സിലായില്ല, അവസാനം വല്ലാണ്ടുള്ളൊരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെ പറയാണ്. അപ്പൊ മന്ദരയ്ക്ക് അതുകൊണ്ട് എന്താ ഗുണം? രാജമാതാവായ കൈകേയിയുടെ, ഇപ്പൊ ഭരതൻ രാജാവായ അദ്ദേഹത്തിന്റെ ഗുണം എന്താ? ആകെ കൂടി കിട്ടുന്നൊരു ക്ഷണികമായ ഗുണധർമ്മം എന്ന് പറയും. അതെന്താണ്? രാജമാതാവിന്റെ തൊഴി. അത് വിട്ടിട്ട് മന്ദരയ്ക്ക് എന്താ ഉള്ളത്? മന്ദരെ പിടിച്ച് ആരെങ്കിലും കിരീടത്ത് അവിടെ സിംഹാസനത്തിൽ എത്താൻ ഒന്നുമില്ല. ആ നല്ലൊരു സുഖം. പക്ഷെ ഏറ്റത് എങ്ങനെയാണെന്നറിയോ? കൗസല്യയുടെ, രാമനായി കഴിഞ്ഞാൽ രാമന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കൗസല്യ എന്ന് പറയുന്നവര് കിരീടൊക്കെ വെച്ച് പട്ടമഹിഷിയുടെ ആ രാജാവിന്റെ അമ്മയായിട്ടൊരു അമ്മരാജ്ഞി ചേരും. അപ്പൊ നിന്റെ സ്ഥാനം എന്താവെന്ന് ചോദിച്ചപ്പോഴാണ് കളി പിടിച്ചാൽ കിട്ടി. ഇങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ ഇവിടെ പേരൊക്കെ വ്യത്യാസം എന്നുള്ളത്. ചേച്ചിയെ എന്ന് പറഞ്ഞിട്ട് വരില്ലേ ചില ആൾക്കാർ. എന്നിട്ട് അതുവരെ ഇല്ലാതൊരു പ്രശ്നം പറഞ്ഞ് ഉണ്ടാക്കി അതങ്ങനെ പുട്ടുപുഴുങ്ങുന്നത് പോലെ ആക്കി ഒരു പരുവത്തിലാക്കി തരുന്ന ആൾക്കാരില്ലേ. പേര് മന്ദരാന്നാവില്ല എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് മന്ദരയോട് ഇഷ്ടം. മന്ദരയെ അങ്ങനെ പ്രേരിപ്പിച്ചതാരാ? ഫിലോസഫിയിൽ ആരാ? മന്ദര തന്നെയാണോ? നാരദൻ ഈ രാജാഭിഷേകം ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത്, അച്ഛൻ ദുസ്വപ്നൊക്കെ കണ്ടിട്ട് രാജാഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് നാരദൻ എന്തിനാ പിന്നെ വന്നേ? രാംജി മനുഷ്യനായി കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് എന്താ വന്നിരിക്കുന്ന ഉദ്ദേശം കൃത്യമായിട്ട് അറിയണം. ദേവന്മാർക്ക് ഒരാൾക്കും മനുഷ്യകുലത്തിലുള്ള മനുഷ്യനായിട്ട് ജനിക്കാത്ത ഒരൊറ്റ ആൾക്ക് പോലും വധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധർമ്മിയാണ് ഈ കയറി 3 ലോകങ്ങളും കിടന്ന് വിലസണത് കേട്ടോ. ഇഷ്ടം പോലെ ഹോൾസെയിലായിട്ട് ശാപമൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും കൊടുക്കുന്നുണ്ട് നല്ല അടി എല്ലാ ആൾക്കാർക്കും. അതുകൊണ്ട് ഭൂമിദേവി അസലായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് മറക്കല്ലേ, അതൊന്നും പറയാൻ വേണ്ടി വന്നതാ, ദേവകാര്യത്തിന് വേണ്ടി വന്നതാ. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, പേടിക്കണ്ട, ഞാൻ ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്, എൻ്റെ അവതാര ഉദ്ദേശമൊക്കെ എനിക്ക് അറിയാണ്ടിരിക്കുവോ, ഞാൻ അതിനും കൂടി തന്നെയല്ലേ വന്നിരിക്കണേ, ഇതൊക്കെ ഒരു ലീലകൾ മാത്രല്ലേ എന്ന രീതിയിൽ ഇരിക്കുന്നു. അപ്പോഴാണ് അവിടെ വേറൊരു സംഭവം നടക്കുന്നത്. സീതയും അണിഞ്ഞൊരുങ്ങി കാര്യങ്ങൾ നടത്താൻ വരുന്നുണ്ട്. ഇതില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിനൊരു വിഷമം ഉണ്ടായില്ല. ലക്ഷ്മണനാണ് വിഷമം. ലക്ഷ്മണന് ജ്യേഷ്ഠനിത് നഷ്ടപ്പെടുത്തി കളഞ്ഞുള്ള ആ അതൃപ്തി മാത്രമല്ല, അധർമ്മം അവിടെ കാണുന്നു. വാക്കു പറഞ്ഞിട്ട് അത് ചെയ്യാതെ ഈ ഇല്ലാത്ത വരം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിലുള്ള ആ അമർഷം, ജ്യേഷ്ഠനോടുള്ള സ്നേഹമാണ് പൊട്ടിയൊഴുകി. ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞാൽ, ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന മറ്റേ ഈ രാമായണത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഭാഗം അതിലാണ് വരുന്നത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന തീരും ഈ ആയുസ്സുമോർക്ക നീ. ശരിയല്ലേ? നമ്മളൊക്കെ 1000 കൊല്ലം ജീവിച്ചിരിക്കോ? ഇപ്പൊ 2025 എന്നുള്ളതാണ്. 2125 ഏപ്രിൽ മാസം 10-ാം തീയതി ഞാൻ ഉണ്ടാകുമെന്ന് ആർക്കെങ്കിലും ഇതിൽ പറയാൻ പറ്റുമോ? ഇനി 1 നൂറ്റാണ്ട് മുമ്പ് നമ്മളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഇതിലുണ്ടോ? ഇല്ലപ്പ. ഇന്ന് വെച്ചിട്ട് നമ്മൾ ഈ കാണുന്നതായിട്ടുള്ള എല്ലാ സ്വത്തിന്റെയും സമ്പത്തിന്റെയും കാറിന്റെയും 3 നില കെട്ടിടം, ബാങ്ക് ബാലൻസ്, സ്റ്റാറ്റസ്, ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ശാശ്വതമാണെന്ന് തോന്നുന്നുണ്ടോ? ഭോഗമാണ് ജീവിതം, സംസാര ജീവിതം. അതെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. എങ്ങനെ? ഏറ്റവും നല്ല ഉക്തികളാണ് നമ്മുടെ തുഞ്ചത്താചാര്യം കൊടുത്തത്. അതാണ് ഇതിന്റെ മനോഹാരിതയായിട്ട് നമ്മൾ ചിന്തിക്കണേ. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയൊരു പാമ്പ് ഒരു തവളയെ വിഴുങ്ങി ഏതാണ്ട് തീരാറായിട്ടുണ്ട്. ഒരു 2 പ്രാവശ്യം കൊണ്ട് ആ നാവ്
അങ്ങനെ അനക്കി കഴിഞ്ഞാൽ അതങ്ങോട്ട് കംപ്ലീറ്റ് തീരും, പര്യാപ്തം, ശുഭപര്യാസ്തിയാവും. പക്ഷെ ആ സമയത്തുണ്ട് ഒരു കൊച്ചു പ്രാണി ഇങ്ങനെ പറന്നു പോകുന്ന സമയത്ത് ഈ തവള നാവ് നീട്ടി ക്ലിക്ക്, എന്ത് രസമല്ലേ. അപ്പൊ ഇത് മുഴുവനല്ല, എല്ലാം തീരാനായിട്ട് ഇനി കുറച്ച് മാത്രം ബാക്കിയിരിക്കുമ്പോൾ പോലും ആ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയെ എത്ര മനോഹരമായിട്ടുള്ള ചമൽക്കാരത്തോടുകൂടി തുഞ്ചത്താചാര്യൻ നമുക്ക് തന്നിരിക്കുന്നു. അതുപോലെ എത്ര 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 ആ അങ്ങനെയുള്ള ലോകോക്തികളായിട്ടുള്ള ഒരു സംഗതി, അഴകിയ രാവണനെ കുറിച്ചുള്ള സംഗതി, പൗഡർ ഇട്ടും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്തും എല്ലാം ചെയ്യുന്ന ആൾക്കാർക്കുള്ള അംഗീകാരമായിട്ട് എടുക്കണമെന്നേ. എന്തിനാ നമ്മൾ ഈ വല്ലോണം വൃത്തികെട്ട രീതിയിൽ നടക്കണേ? നല്ല ഡ്രസ്സും നല്ല രീതിയിലും റോയലായിട്ട് ജീവിക്കണം, കടം വാങ്ങിച്ച് ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവനവന്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം? അപ്പൊ ഇതെല്ലാം രാമായണത്തിൽ കൊണ്ടുവന്ന സമയത്ത് ഒരു ഉദ്ദേശം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് സംഗതി? ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നതിൽ. ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞിട്ട് ആ ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ്. ജന്തുക്കൾക്ക് എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ടല്ലേ? നമ്മളൊക്കെ ജന്തുക്കളാ? ജന്തു സമാനരാണ് കൂട്ടരെ. ആഹാര നിദ്ര ഭയമൈഥുനം ച, അല്ലേ? കേട്ടല്ലേ? ജന്തുക്കളുടെ സ്വഭാവമല്ലേ ഇത്? ആഹാരം കഴിക്കില്ലേ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി ആയിക്കോട്ടെ, പശു ആയിക്കോട്ടെ, മറ്റു പെറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളായിക്കോട്ടെ, ഫാമിൽ വളർത്തുന്ന എന്തായിക്കോട്ടെ, എക്സ് ഓർ വൈ, ഒരു മൃഗങ്ങളാണെങ്കിൽ കാനനത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, വന്യമൃഗങ്ങൾ ആയിക്കോട്ടെ, അവർ ഭക്ഷണം കഴിക്കുന്നില്ലേ? ആഹാരം, നിദ്ര, അവർ ഉറങ്ങുന്നില്ലേ? മൈഥുനമില്ലേ? അവരുടെ ഋതുകാലം വരുന്ന സമയത്ത് പുനഃസൃഷ്ടിക്കായി ആ വംശ വർധനവിന് വേണ്ടി അവരത് ചെയ്യുന്നില്ലേ? ഇല്ലേ? ഭയമില്ലേ അവർക്ക്? ഒരു മാൻകുട്ടിയെ സിംഹം ഓടിക്കുന്ന സമയത്ത് ഒരു സിംഹേട്ട എന്ന് പറഞ്ഞിട്ട് മാനങ്ങോട്ട് നിന്ന് കൊടുക്കുക. ഓട്ടം കണ്ടിട്ടില്ലേ നിങ്ങൾ ഡിസ്കവറി ചാനലിലൊക്കെ? അത് ജീവഭയം കൊണ്ട് ഓടുകയാണ്. മുയലിനെ മറ്റുള്ള കുറുക്കനോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾ പിടിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പുലി ആക്രമിക്കാൻ പോകുമ്പോൾ. ഇനി അല്ലാത്ത മനുഷ്യനെ, നിസ്സഹായിട്ടുള്ള ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ ഒരു കശ്മലൻ വന്നിട്ട് ആക്രമിക്കുന്ന സമയത്ത് വരൂ, ഐ ആം റെഡി എന്ന് പറഞ്ഞ ആരെങ്കിലും നിൽക്കോ? പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത്, ഭയം. അപ്പൊ ഇതിൽ നോക്കുമ്പോ ആഹാരമുണ്ട്, നിദ്രയുണ്ട്, മൈഥുനമുണ്ട്, ഭയമുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും സാമാന്യമേതായിട്ട്, എല്ലാവർക്കും സാമാന്യമായിട്ടുള്ള എന്തുള്ളത്? തുല്യമാണുള്ളത്. അവരൊക്കെ എന്താ പറയാ? നമ്മള് ജന്തുക്കൾ അല്ലേ? ശരിയല്ലേ? നമ്മളൊരു ഹാമോസാപ്പിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക വംശ പേരൊക്കെ നമ്മളൊക്കെ അങ്ങനെ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ പരിണാമ സിദ്ധാന്ത പ്രകാരം. പക്ഷെ നമ്മൾ ഇതൊക്കെ തന്നെയാണ്. എങ്ങനെ? അധികമായൊരു വിശേഷമുണ്ട്. അതെന്താണ്? നമുക്ക് മനനം ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കണം. സവിശേഷമായിട്ട് മറ്റു പലതും ഉള്ളപ്പോഴാണ് ആരാവുന്നത്? മനുഷ്യനായി തീരുന്നത്. അങ്ങനെ മനുഷ്യരാണെങ്കിൽ അവർക്ക് മുക്തിമാർഗങ്ങളും മോക്ഷമാർഗങ്ങളും ഈ പറയുന്ന ജീവിതത്തിലെ മറ്റു പലതും ശാശ്വതമല്ല എന്നൊരു ബോധവും സന്മാർഗത്തോടുകൂടി ജീവിക്കണമെന്നും ധാർമ്മികമായ മൂല്യങ്ങളോടുകൂടി ജീവിക്കണമെന്നും അമ്മയായാലും അച്ഛനായാലും ഗുരുക്കന്മാരായാലും ദൈവമായാലും അയൽവക്കക്കാരായാലും സുഹൃത്തായാലും സഹോദരങ്ങളായാലും ഭ്രാതാക്കളായാലും എല്ലാവരും വേറെ രീതിയിൽ പ്രത്യേകമായ ഒരു ധർമ്മ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നതിൽ ചെയ്തു. അതിൽ കൃത്യമായിട്ട് ദാതാവ് പറഞ്ഞിട്ടുണ്ട്, മർത്യജന്മികൾക്ക് മുക്തി സാധനമായിട്ടാണ് രാമായണം ലഭിക്കപ്പെട്ടത്. അപ്പൊ ഇനി ഉണ്ടാവുന്ന തലമുറയ്ക്ക് പോലും ഇത് പ്രസക്തമായതുകൊണ്ടാണ് ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ രാമായണം പ്രസക്തമാകുന്നത് എന്ന് മനസ്സിലാക്കുക. നിസ്വാർത്ഥനായ ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ ഗ്രന്ഥത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നൊരു സംഗതി. ലക്ഷ്യബോധം വളർത്താനുള്ള സന്ദേശങ്ങൾ രാമായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് രാമന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. രാമൻ ഒരു സമന്വയ ശക്തിയായിട്ട് നിലനിൽക്കുന്നു. ഏതോ ഒരു ശ്ലോകത്തിൽ നമ്മൾ പറയുന്നില്ലേ, ആ മന്ത്രം അക്ഷരം നാസ്തി, നാസ്തി മൂലം അനൗഷധം, അയോഗ്യ പുരുഷാ നാസ്തി, യോജകസ്തത്ര ദുർലഭ. ഇവിടെ മന്ത്രത്തിന് പറ്റാത്തതായിട്ടുള്ള ഒരു അക്ഷരവും ഇല്ല. അത് കറക്റ്റായിട്ട് യോജിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ഏറ്റവും വലിയ അബ്യൂസ് വേർഡായിട്ട് മാറും, അസഭ്യമായിട്ട് മാറും. എല്ലാ വാക്കുകളും മന്ത്രത്തിന് സ്യൂട്ടാണ്. പക്ഷെ അറിയാത്ത ആൾക്കാർ അത് കൂട്ടി ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരാളുടെ ഇന്ന് തല്ല് കിട്ടുന്ന വിധത്തിലേക്കുള്ള ആ വാക്ക്, മന്ത്രത്തിൽ തന്നെ ഉപയോഗിക്കുന്ന വാക്ക് ഒന്ന് മാറ്റി നോക്കുക, പറയാലോ, നമുക്ക് പൂശ കിട്ടും. അതിന്റെ അർത്ഥം എന്താ? അയാൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിന്റെ അർത്ഥം അസഭ്യമായിരുന്നത്. സഭ്യമല്ലാത്ത വാക്കുകൾ ഉണ്ടാക്കാലോ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, മന്ത്രം മാത്രമല്ല. അപ്പൊ എല്ലാ വാക്കുകളും മന്ത്രത്തിന് ഉപയോഗിക്കാം. പക്ഷേ എല്ലാ ഔഷധങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ് വേരും ഇലകളും കായും തണ്ടും പൂക്കളൊക്കെ. പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ യോജിപ്പിച്ചില്ലെങ്കിൽ, അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അനുപാതം അനുസരിച്ച് അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും?
ഔഷധം എന്നുള്ളത് വിഷമായിട്ട് മാറും. ഇനി അമൃത് തന്നെ കൂടുതൽ കഴിച്ചാൽ അത് വിഷമായിട്ട് മാറുമെന്ന് പറയുന്ന ശരിയാണ്. അമൃത് എന്ന് പറഞ്ഞാൽ മരണമില്ലാതിരിക്കാൻ വേണ്ടി നമ്മളെ രക്ഷിക്കുന്ന അമൃതും അധികമായാൽ എന്ത് സംഭവിക്കും? അതുപോലെ അയോഗ്യനായിട്ട് എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല എന്ന് പറയുന്ന ഒരാളെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ മൂവാറ്റുപുഴയിൽ ആ ജോബി മാത്യു സാറിന്റെ കൂടെയായിരുന്നു. അദ്ദേഹത്തിന് കാലുകളില്ലാണ്ടാണ് ജനിച്ചത്. പക്ഷെ അദ്ദേഹം 28 ഗോൾഡ് മെഡലാണ് ഇന്റർനാഷണൽ ലെവലിൽ നേടിയത്. ഇപ്പൊ ഈ അടുത്ത അവസരത്തിൽ അദ്ദേഹം ഗോൾഡ് മെഡൽ നേടിയത് പത്രത്തിൽ വായിച്ചു. ഞാൻ അദ്ദേഹത്തോട്ട് സംസാരിച്ച സമയത്ത് കയ്യിൽ കുത്തിയിട്ടാണ് അദ്ദേഹം എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്തിരുന്നത്. ഒരു ആങ്ങളെയും പെങ്ങളും 5 വയസ്സുള്ളപ്പോൾ അച്ഛനും മരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം ലോകം കീഴടക്കാതിരുന്നോ? അയോഗ്യനായിട്ട് ഞാൻ ഇരിക്കുക എന്ന് പറഞ്ഞോ? നിക്ക് യുജിസിക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, 2 കാലുകളില്ലാത്ത ഒരാൾ 30-40 ലക്ഷം ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. അരണ്യമാ സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീഹാറിക്കാരി പെൺകുട്ടി ട്രെയിൻ ആക്സിഡന്റിൽ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരെ തള്ളിയിട്ടതിന് ശേഷം അവര് വെപ്പുകാല് വെച്ചിട്ട് നമ്മളുടെ ടെൻസിംഗ് ഹിലാരി 1951 മെയ് മാസത്തിൽ ആ ഹിമാലയൻ അല്ലെങ്കിൽ എവറസ്റ്റ് കീഴടക്കി എൻ്റെ ഓർമ്മ പുതുക്കാൻ 2012 അവർ ഈ വെപ്പുകാല് വെച്ചിട്ട് ആ മഞ്ഞുമലയുടെ മുകളിൽ കയറി ഇന്ത്യൻ പതാക ഉയർത്തി. അപ്പൊ അവര് കാലില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നോ? ഒന്നുമില്ലല്ലോ. കണ്ണില്ലാത്ത നമ്മുടെ വൈക്കം വിജയലക്ഷ്മി അവർകൾ എന്തെല്ലാം തരത്തിൽ 8 ഇൻസ്ട്രുമെന്റ് വായിക്കാൻ സാധിക്കുന്ന ഏറ്റവും അത്യുഗ്രമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നില്ലേ? ശരിയല്ലേ? അപ്പൊ കഴിവില്ല എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണോ നമ്മൾ ചെയ്യണേ? അപ്പൊ ലക്ഷ്യബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി ഇവിടെ ധാരാളം നമുക്ക് ഈ രാമായണം വായിച്ചാൽ കിട്ടും. രാമൻ എന്ന കഥാപാത്രത്തെ അടിക്കുമ്പോൾ ഇതാണ് സംഗതി. അപ്പോ വാക്കുകൾ ചേർത്താൽ മന്ത്രമുണ്ടാക്കുന്നത് പോലെ ചേർക്കാൻ അറിയണമെന്ന് മാത്രം. വേരുകളും തണ്ടും അതുപോലെയുള്ള എല്ലാത്തിനും സസ്യങ്ങൾക്ക് ഔഷധമുണ്ടാക്കുന്നത് പോലെ അയോഗ്യരായിട്ട് ആരുമില്ല എന്ന ബോധ്യത്തോടുകൂടി എല്ലാവരെയും യോജിപ്പിച്ചെടുക്കാൻ മനുഷ്യനെയും വാനവനെയും വാനരെയും ദാനവനെയും പ്രകൃതിയെയും പർവ്വതങ്ങളെയും സമുദ്രങ്ങളെയും എല്ലാ കഥാപാത്രങ്ങളും രാമനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക സൃഷ്ടിയാണ് രാമായണം എന്നുള്ളത്. യോജകസ്തത്ര ദുർലഭ. അങ്ങനെ യോജിപ്പിച്ചെടുക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് രാമൻ വിഗ്രഹത്തിന്റെ രൂപത്തിൽ നമ്മൾ ആരാധിക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ രാമസാമ്രാജ്യം, ഭരത സാമ്രാജ്യം, ദശരഥ സാമ്രാജ്യം, രാവണ സാമ്രാജ്യം, വിഭീഷണ സാമ്രാജ്യം, സുഗ്രീവ സാമ്രാജ്യം ഒക്കെ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 3 തരം രാജ്യങ്ങളെ കുറിച്ചൊന്ന് എടുത്തു നോക്കൂ. അയോധ്യ, കോസലം, അവിടുത്തെ മാതാവ്, പിതാവ്, പിത്രൻ, സഹോദരങ്ങൾ, അംഗരാജ്യക്കന്മാർ. ഇപ്പൊ ഗുഹൻ, ശൃംഗിവേരപുരത്തെ ഗുഹനാണ് ആദ്യമായിട്ട് ഒരു വനവാസത്തിന് പോകുമ്പോൾ സ്വീകരിക്കുന്നത്, ഗംഗാ നദി കടത്താനൊക്കെ സഹായിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എൻ്റെ രാജ്യം എടുത്തോളൂ രാമ, ദശരഥ രാജാവിന്റെ മോനല്ലേ. ഒരു അംഗരാജാവിന്റെ ആ ചക്രവർത്തിയോടുള്ള മനോഭാവം, ഒരു വിപ്ലവം നടത്തി അയോധ്യ കീഴടക്കണം എന്നല്ല പറഞ്ഞേ. അങ്ങ് വരൂ, അങ്ങയുടെ അച്ഛൻ, അങ്ങയുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത സൗഭാഗ്യങ്ങൾ എന്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം കാര്യങ്ങൾ തരുന്നത് കൂടെ ഇല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്നതായിട്ടുള്ള ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പത്രത്തിലൂടെ വായിച്ചറിയുന്നു. അവിടെ അംഗരാജ്യങ്ങളിലെ എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കുന്ന രീതിയിലുള്ളൊരു ആ ബന്ധം നമ്മൾ കാണുന്നു. രാമായണ പ്രസക്തല്ലേ? ഒരു ഫെഡറൽ സംവിധാനത്തെ ഇത്രമാത്രം ചക്രവർത്തിയെ അംഗീകരിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാകണ്ടേ? അല്ലാണ്ട് മത്സരബുദ്ധിയേക്കാൾ ഉപരി സമന്വയത്തിന്റെ ഭാഗത്തോടുകൂടി വികസിതമായിട്ടുള്ള ഒരു മഹാരാഷ്ട്രം സൃഷ്ടിച്ചെടുക്കാൻ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പങ്കെടുക്കണ്ടേ? അത് രാമായണത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. പ്രകൃതിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കും. മൈനാകവും സമുദ്രവും മകരിയും മന്ദാകിനിയും അതുപോലെ അശോകവും മൃതസഞ്ജീവനിയും സന്താനക്കരണിയും വിശല്യക്കരണിയും ജടായുവും സമ്പാദിയും ജാമ്പവാനും ആരതിലില്ലാത്തത്. ഇവരെല്ലാവരും യോജിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവർ പരസ്പരം മത്സരിക്കുകയല്ല ചെയ്തത്, പാരസ്പര്യത്തോടുകൂടി ആ രാമമകയിലേക്ക് ലയിച്ചു ചേരുകയാണ് ചെയ്തത്. അങ്ങനെ വരുന്ന സമയത്ത് അയോധ്യയിലെ സിസ്റ്റം ഒന്ന്. അവിടെ രാമന്റെ ഏകപത്നി വ്രതം. അച്ഛൻ 3 കെട്ടിയിട്ടില്ലേ? തോഴിമാരില്ലേ അവിടെ? അന്തപുര സ്ത്രീകളുമായിട്ട് ശയിക്കാൻ അന്നത്തെ രാജാക്കന്മാർക്ക് അവകാശം ഉണ്ടായിരുന്നു. ഇന്നും പലരുണ്ട്, പണക്കാരൻ എന്തൊക്കെ വേണമെങ്കിൽ ചെയ്തൂടെ, പക്ഷെ ധാർമ്മികമല്ല. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി? കിഷ്കിന്ധയിൽ വന്നപ്പോഴേക്ക് അവിടുത്തെ സിസ്റ്റം എന്താ? ഇവിടെ പുത്രൻ, മാതാവ്, പുത്രന്മാര്, പിതാവ്, സത്യം, പാലനം. പിതാവിനേക്കാൾ കൂടുതൽ ജീവൻ ത്യജിച്ചുകൊണ്ട് സഹോദരനെ കാണുന്ന ലക്ഷ്മണനെ പോലുള്ള ആൾക്കാര് കിഷ്കിന്ധയിലോ. അവിടെ ബാലി കാര്യം പറഞ്ഞു, രക്താണ് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നീ ഗുഹാമുഖം അടച്ചിട്ട് പൊക്കോട്ടോ. കാരണം യുദ്ധം ഒരുമാതിരി 1-1.5 ഉണ്ടാവും. ഈ വന്നിരിക്കുന്ന ആൾക്കാർക്ക് കൈത്തരിപ്പ് മാറ്റാനായിട്ട് വന്ന ടീമാണ്. അവനുള്ളത് കൊടുത്തിട്ടേ ഞാൻ വരുള്ളൂ. പക്ഷെ വന്നത് ചോര ആയതുകൊണ്ട് കുറേ നാൾ കാത്തിരുന്നു.
വന്നപ്പോ ചേട്ടൻ പറഞ്ഞനുസരിച്ച് ഇനി ഇവൻ രക്ഷപ്പെടാൻ പാടില്ല. ഈ ജയിച്ചു വരുന്ന അസുരൻ അല്ലെങ്കിൽ ഈ ജ്യേഷ്ഠനെ കൊന്നവൻ ഇനി ഒരു കാരണവശാലും പുറത്തേക്ക് വരരുതെന്ന് ചേട്ടൻ പറഞ്ഞതനുസരിച്ചാണ് ഗുഹാമുഖം അടച്ചു പോയത്. ഇതൊന്നും പറയാൻ സമ്മതിക്കേണ്ട ആശാനെ. തട്ടി കിട്ടിയിട്ട് നിലം തൊട്ടിട്ട് വേണ്ട അഭ്യാസം എടുക്കാന്ന് ഇവിടെ നാട്ടുകാർ പറയും ചില ആൾക്കാർ. അത് നിലം തൊടിയിക്കാണ്ടാണ് ഇരുന്നേ. ജ്യേഷ്ഠ, ഞാൻ ഇതാണ് ചെയ്തേ. ഞാൻ 1 വർഷം കാത്തിരുന്നു. 1 വർഷം കാത്തിരുന്ന സമയത്ത് കിഷ്കിന്ധയില് രാജാവല്ല രാജാവിനെ വാഴിക്കുക. ഇതാണ് അവിടുത്തെ സിസ്റ്റം. ദ പൊളിറ്റിക്കൽ സിസ്റ്റം, ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അയോധ്യ ടു കിഷ്കിന്ധ. അവിടെ എന്താ, മന്ത്രി സത്തമന്മാരാണ്. മന്ത്രിയാണ് നിയമിക്കുക. മന്ത്രിമാർ പറഞ്ഞു രാജ ആവാൻ പറ്റില്ല, ഒരു അനാർക്കിസം ഇവിടെ വളരാൻ പറ്റില്ല, അതുകൊണ്ട് യു കം. ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചേട്ടൻ വന്നിട്ടില്ല, ചേട്ടൻ മരിച്ചു, അതുകൊണ്ട് നീ വാഴെന്ന് പറഞ്ഞ അദ്ദേഹത്തെ വാഴിക്കുകയാണ് ചെയ്തത്. അംഗദനെ അപ്പോഴും എന്താക്കി, യുവരാജാവാക്കിയിട്ടുണ്ട്. ഇനി സുഗ്രീവനെ വാഴിച്ച സമയത്ത് രാമൻ എന്താ പറഞ്ഞത് ലക്ഷ്മണനോട്? ലക്ഷ്മണനാണ് വായിക്കുന്നത്. അംഗദനെ യുവരാജാവായിട്ട് വാഴിക്കൂ. ബാലിയുടെ പുത്രനെ കാരാഗ്രഹത്തിൽ ഇടാൻ പറയല്ല ചെയ്തേ. നമ്മുടെ മുഗളന്മാരടങ്ങുന്ന ചരിത്രം നമ്മൾ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ ഇവിടെ ചേട്ടൻ അനിയനെയൊക്കെ കാരാഗ്രഹത്തിലിട്ട്, സ്വന്തം അച്ഛനെ കാരാഗ്രഹത്തിലിട്ട് വലിയ മഹത്വവൽക്കരിക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെയാണ് ഇവിടുത്തെ മഹാപുരുഷന്മാരായിട്ട് അറിയപ്പെടുന്നത്. ഇവിടെ മഹാപുരുഷന്മാരുണ്ടായിരുന്നു ചങ്ങാതി. നിങ്ങൾ ചരിത്രത്തിൽ എഴുതി വയ്ക്കാത്തതിന് ആരുടെ കുറ്റ? അതിനാണ് ഇത്തരം സത്രങ്ങളിലൂടെ നമ്മൾ ഉത്തരം പറയേണ്ടി വരുന്നത് ഉറക്കെ. കാരണം ഇവിടുത്തെ തലമുറയെ ഇവിടത്തേതായിട്ടുള്ള സാൻമാർഗിക വ്യവസ്ഥകളും വാല്യൂസും ഇവിടത്തേതായിട്ടുള്ള ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള പുരാതനമായിട്ടുള്ള മറ്റു പലതും നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയത്ത് അതുണ്ട് എന്ന് അറിയപ്പെടണം. ഇപ്പൊ സന്താനകരണിയെ പോലെയുള്ള ആൾക്കാര്, അതുപോലെ ശല്യകരണിയെ കുറിച്ചുള്ള ആൾക്കാര്, അതുപോലെ മൃതസഞ്ചലിനെ അറിയുന്ന ആൾക്കാര്, ഇതൊക്കെ ഒരു പ്രത്യേകതരം ആയുർവേദ കൂട്ടാണപ്പ. ആയുധമേറ്റാൽ മുഖകാന്തി നഷ്ടപ്പെടാതിരിക്കാൻ, പാടുകൾ വഴിക്കും പോകാൻ ഒരു പ്ലാസ്റ്റിക് സർജറിഞ്ഞ് വേണ്ട, വെച്ച് തേച്ചാൽ മതി. പക്ഷെ ഇവിടെ എന്താ ചെയ്യണേ? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന മുൾട്ടാനി മിട്ടി വെച്ചിട്ട് തേക്കാണ്. ശരിയല്ലേ? അത് മിട്ടി തന്നെയാണ്, മണ്ണാണ്. വെറും ഇവിടുന്ന് ആർക്ക് വേണമെങ്കിലും കിട്ടാവുന്ന മണ്ണ് ഒരു ചെറിയ വാക്സിൻ്റെ കൂടെ ചേർത്ത് ഒരു ലേശ എസൻസ് എടുത്ത് 5000 കൊടുത്ത് ആരറിയണതില് എന്തെല്ലാം അഡൾട്രേഷൻ വരുന്നില്ല എന്നുള്ളത്. ഇപ്പൊ വിഷുക്കാലല്ലേ, ശിവഗംഗയിൽ നിന്ന് വരുന്ന വെളിച്ചെണ്ണയില് 60% അതുപോലെ തന്നെ 20% കൂടുതൽ ലിക്വിഫൈഡ് പാരഫിൻ വാക്സിൻ ഉണ്ട്. ആര് പറഞ്ഞു ഇത് മായം ചേർക്കാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഏത മായ ഇല്ലാത്ത ചങ്ങാതി, മറിമായാണ് സർവ്വതും നമ്മളല്ല അടക്കം. ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെയാണ് രാമരാജ്യത്തിലെ സത്യസന്ധതയും നീതി വ്യവസ്ഥയും. കിഷ്കിന്ധയിൽ അത് വേറെ. അവിടെ സഹോദരങ്ങൾ പരസ്പരം ഫൈറ്റ് ചെയ്തിട്ടില്ലാണ്ടായി. ഇനി ലങ്കയിൽ എടുത്തു നോക്കിയാലോ, അവിടെ സഹോദരന്മാരില് ഒരുത്തന് എന്ത് വിചാരിച്ചാലും നടക്കണം, നോ കോംപ്രമൈസ്. അത് തെറ്റാണ് ജ്യേഷ്ഠ എന്ന് പറഞ്ഞ വിഭീഷണനെ കൊല്ലണം. ഉറക്കത്തിൽ ഒരുത്തനുണ്ടായിരുന്നു, വരം നേടി കിട്ടിയതാ. അതിൽ വാക്ക് തെറ്റായി പോയപ്പോ അനുഗ്രഹം കിട്ടിയപ്പോ അനുഗ്രഹം തന്നെ തഥാസ്തു എന്ന് പറഞ്ഞു. നീട്ടി വെച്ചതുകൊണ്ട് എന്ത് പറ്റി? നിദ്രയായിപ്പോയി. അന്ന് അതിന് മാറ്റം വരണം എന്ന് പറഞ്ഞു ശരി 6 മാസം ഉണർന്നിരുന്നോ, 6 മാസം ശാപ്പിട്ടോ, 6 മാസം കഴിഞ്ഞ് ഇറങ്ങിക്കോ. പക്ഷെ മരണം വരാൻ ഒരു കാരണമുണ്ട്. ഒരു പ്രാവശ്യത്തെ ഊഴം കഴിഞ്ഞ് പിന്നെ എപ്പം മരിക്കാൻ ഉറങ്ങാൻ പോകുന്നതോ ആ ഊഴത്തിൽ എപ്പം നിന്നെ വിളിച്ചിട്ട് എഴുന്നേറ്റാലും പിന്നെ നിനക്ക് അധികം നാള് ആയുസില്ല. അങ്ങനെയാണ് 2 പ്രാവശ്യം ഈ പറയുന്ന ആൾക്കാർക്ക് വിളിക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് അവിടെ എനിക്കുള്ളൊരു ഇഷ്ടം ഞാൻ പറയട്ടെ. കുംഭകർണനാണ് മുഖത്ത് നോക്കി, രാവണന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ചേട്ടാ ഈ കാണിച്ചതൊക്കെ ഇതൊന്നും അത്ര ശരിയായില്ല. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിലാണെങ്കിൽ പോക്കണക്കേടാണ് എന്ന് പറയും. ഇവിടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നാടൻ ഭാഷ. അപ്പൊ ഇത് മുഖത്ത് നോക്കി പറഞ്ഞ ആളാണ് കുംഭകർണൻ. പക്ഷേ വിഭീഷണനും പോയിട്ടുള്ളത് പോലെ ശത്രുപക്ഷത്തിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല. രാമന്റെ എന്ന് ചേട്ടന് 8ന്റെ പണി കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ സീതയെ കൊണ്ടങ്ങോട്ട് കൊടുത്തോ, അപ്പൊ നമ്മുടെ കുലം രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ ധീരനായ ഒരു സഹോദരനാണ്. പക്ഷെ എന്തു പറ്റി? സത്യം എന്തെന്ന് അറിഞ്ഞിട്ടും ധർമ്മം എന്തെന്ന് അറിഞ്ഞിട്ടും അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും കൂടെ നിന്ന സഹോദരനായതുകൊണ്ട് കുംഭകർണൻ ഇല്ലാണ്ടായി. കുംഭകർണൻ ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു പറയണ വാക്കുണ്ട്, എന്തായാലും രാമസായകമേറ്റു മരിച്ച മോക്ഷെങ്കിലും കിട്ടൂലോ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? വിഭീഷണൻ പിന്നെ നേരെ തന്നെ അങ്ങോട്ട് ചെന്ന് ചേരുകയാണ് ചെയ്തത്. അപ്പോൾ തെറ്റാണെന്ന് അറിഞ്ഞ് പറയാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തും അനുവദിക്കാതിരുന്ന ലങ്കയ്ക്ക് എന്ത് സംഭവിച്ചു? അവിടെ നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഭരതൻ കുറേയും കൂടെ ഉയർന്നു നിൽക്കുന്നത്. ലക്ഷ്മണനേക്കാൾ രാമനെ സ്നേഹിച്ച ഒരു ഭരതനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, ചിത്രകൂട പർവ്വതത്തിൽ വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും ചേട്ട, അച്ഛൻ മരിച്ചുപോയ വിവരം പറഞ്ഞ് അവർ കിട്ടിയ ഈ പിതൃകർമ്മത്തെ കുറിച്ചൊരു ഇതുകൊണ്ടുണ്ട്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് അർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് രാമൻ അവിടെ അല്ലാണ്ട് ആരെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ ഉണക്കലരിയും സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് പിണ്ണം വയ്ക്കാനുണ്ടോ? ഒന്നുമില്ലേ. അവർ കഴിക്കുന്നതായിട്ടുള്ള ആ പിണ്ണാക്ക് പോലത്തെ സാധനം വെച്ചു. അതിനു മുമ്പ് സീത അത് കേട്ടപാതിൽ റജുസലായിരുന്നു, പീരീഡ്സ് ആയിരുന്നു.
അവിടെ പോയിട്ട് ആ കുളിച്ചിരിക്കുന്ന സമയത്ത് ജലതർപ്പണം ചെയ്ത് കുറച്ച് മണ്ണെടുത്ത് ആ തർപ്പണം നടത്തിയ സമയത്ത് ദശരഥൻ രാമൻ കൊടുത്തത് സ്വീകരിക്കാൻ നിൽക്കണില്ല അത്രേ. കാരണം എന്താ, സീതാഭഗവതി ശ്രദ്ധയോടുകൂടി അർപ്പിച്ചു. ശ്രദ്ധയല്ലാതെ ആർക്കോ വേണ്ടി ആരൊക്കെയോ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൂട്ടരെ രാമായണത്തിന്റെ നിയമപ്രകാരം ശ്രാദ്ധമല്ല. ശ്രാദ്ധമാണെങ്കിൽ ശ്രദ്ധയോടുകൂടി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ ആ പണിക്ക് പോണ്ട എന്നാണ് പറയാ. ശ്രദ്ധയോടുകൂടി അർപ്പിക്കുന്നത് കൊണ്ടാണ് അതിന് ശ്രാദ്ധമെന്നും പറയാനുണ്ടായ ഒരു കാരണം വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭരതൻ ഇതെല്ലാം പറഞ്ഞു. ഒരു നിവൃത്തിയില്ല എന്ന് വന്നു. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. വസിഷ്ഠനോട് പറഞ്ഞു, തീ കൂട്ടിക്കോളോ ഗുരു, ഞാൻ ഇപ്പൊ തീരും ചേട്ടൻ വന്നിട്ടില്ലെങ്കിൽ. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, സത്യപാലനമാണ് എൻ്റെ ഡ്യൂട്ടി. അച്ഛൻ ഒരു സത്യം നമ്മളെ ഏൽപ്പിച്ചു, അതിൽ നീയും പാലിക്കപ്പെടുമ്പോഴാണ് അച്ഛൻ്റെ സത്യം പാലിക്കാൻ സാധിക്കും. അപ്പോഴാണ് അത് നമ്മുടെ സത്യമായിട്ട് തീരുന്നത്. എങ്കിൽ 14 വർഷം കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു ദിവസത്തെ സൂര്യോദയത്തിന് ഉള്ളിൽ ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഇല്ല. അതിനാണ് ആ വാഗ്ദാനം അദ്ദേഹം പാലിച്ചത്. കാരണം എന്താ, ആജീവനാന്തം കാട്ടിപ്പോയിരിക്കാൻ പറഞ്ഞോ കൈകേയി അച്ഛനോട് പറഞ്ഞോ? ഇല്ലല്ലോ. 14 വർഷമേ പറഞ്ഞു. ഇത് കഴിഞ്ഞ് രാജ്യഭാരം ഏൽക്കണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. കാനനവാസം എന്നൊരു വാക്ക് രാമൻ സ്വീകരിച്ചതുകൊണ്ട് എന്ത് പറ്റിയെച്ചാൽ ശൃംഗവേരപുരം അതുപോലെ അനവധി പട്ടണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. കിഷ്കിന്ധയിൽ നല്ല പട്ടണം തന്നെയാണ്, ലങ്കയിൽ ധാരാളം പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും രാമൻ പോയില്ല കേട്ടോ. പക്ഷേ 14ാമത്തെ പ്രാവശ്യം ഈ ലക്ഷ്മണൻ ഒരു ചാഞ്ചല്യം ഉണ്ടായെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സ്വർണ്ണമയി ലങ്ക അല്ലേ, ലക്ഷ്മണൻ കണ്ടിട്ടുള്ള ആ ലങ്കയിൽ 14 വർഷം കഴിഞ്ഞ് ഇനി അയോധ്യയിൽ ചെല്ലുമ്പോൾ അവിടെ ഏത് പരിവായിരിക്കും? 14 വർഷം കൊണ്ട് ഭരതൻ നല്ല ആളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രജാഹിത തൽപരനായിരിക്കും. അതുകൊണ്ട് ഇനി രാമ തൽക്കാലം 14 വർഷം കഴിഞ്ഞാൽ ഇനിയിപ്പോ കൊളു കാട്ടിലൊക്കെ സുഖല്ലേ എന്ന് പറയുന്ന ഒരു ധാരണ പെശകുണ്ടായപ്പോഴാണ് രാമൻ നമുക്ക് എല്ലാവർക്കും ഓർക്കേണ്ടതായിട്ടുള്ള മാതൃകയായിട്ടുള്ള ഒരു ചെറിയ വാക്കുകൾ ഉപയോഗിച്ചത്. വാൽമീകി രാമായണത്തിൽ തപ്പി നോക്കിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കൂടി എന്തായാലും അത് ജനം അംഗീകരിച്ചിട്ടുണ്ട്. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപികരീയസി, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരമാണെന്ന് ഏറ്റവും ആഹ്ലാദപൂർവം, ഏറ്റവും അഭിമാനപൂർവം, ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞൊരു രാജാവ്, മാതൃകാ പുരുഷൻ രാമനാണ്. രാമന്റെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം പെറ്റമ്മയെ, പിറന്ന നാടിനെ ഇന്ന് രണ്ടും നമ്മൾ കാട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ, മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ മണ്ണിന് അനുഗുണമാണോ? ഒരു തലയില്ലാത്ത അടയ്ക്കാമരത്തിന് വേണ്ടി വില്ലേജുകാർ വന്ന് ചെയിൻ വലിച്ചപ്പോൾ കടയുടെ ഭാഗം കുറച്ചു വളഞ്ഞു എന്ന് പറഞ്ഞ് തലതല്ലിക്കീറുന്ന സഹോദരന്മാർ നമ്മുടെ ഈ ജില്ലയിലുണ്ട് കേട്ടോ, പേടിക്കണ്ട. ആശുപത്രിക്ക് എടുക്കുക, 5-6 മാസമായി. കൈക്കോട്ടോ എന്താ പറയാ, മൺവെട്ടിയ ഒറ്റ കുത്തൂത്തിയതാ ചേട്ടനെ. എന്താണ്, തലയില്ല കേട്ടോ. തലയുള്ള വടക്കാരാണെങ്കിൽ പോട്ടെ, അതിൻ്റെ ഒരു ഫലം ഉണ്ട് തടുക്കാക്ക. പക്ഷെ വലിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് അല്ല. ഒരടയ്ക്കാമര എത്രയുണ്ടാവും, അതിൻ്റെ വ്യാസം എത്രയുണ്ടാവും? ഇതാണ് സ്ഥലം. അമ്മയെ, സ്വത്തിനു വേണ്ടി അമ്മയെ, സ്വത്തിനു വേണ്ടി സഹോദരങ്ങളെ, സ്വത്തിനു വേണ്ടി ഭർത്താവിനെ, ഭർത്താവിൻ്റെ അച്ഛനെ ഒരു മടിയില്ല. അപ്പൊ ഇനി കൂടെ വന്ന് സ്നേഹിച്ചു എന്ന് പറയുന്ന പ്രാണപ്രേയസിയെ പോലെ ലിവിങ് ടുഗദർ നടത്തിയ ആൾക്കാരെ ഇല്ലാണ്ടാക്കി കളഞ്ഞു, ആസിഡിൻ്റെ ഉള്ളിലാക്കി കളഞ്ഞു. എന്തൊക്കെയാ നടക്കണേ നമ്മുടെ നാട്ടിൽ? അവിടെയാണ് അയോധ്യയിലെ സിസ്റ്റത്തെ നമ്മൾ ഇന്നും ബഹുമാനത്തോടുകൂടി ദ വാല്യൂ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടത്. ആ വാല്യൂ രാമന് കിട്ടാനും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് കിട്ടാനുണ്ടായിരുന്ന ഗുരു ആരായിരുന്നു? ഇനി അതുകൊണ്ടല്ലോ പഠിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു വസിഷ്ഠനും. അതിനുശേഷം ഹയർ സ്റ്റഡീസ് പോയത് ഒരാൾ ബ്രഹ്മർഷി ആണെങ്കിൽ മറ്റൊരാൾ രാജർഷിയായിരുന്നു. ഇവർ രണ്ടുപേരിൽ നിന്നുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയത്. ആ ഗുണമാണ് അമ്മമാരുടെ ഗുണം, അച്ഛൻ്റെതായിട്ടുള്ള സത്യവ്രത ഗുണം, ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഗുണം. അതുകൊണ്ടാണ് ഭരതനോട് അച്ഛൻ മരിച്ചു എന്ന് പറയണേക്കാൾ മുമ്പ് രാജ്യം 14 വർഷം കഴിഞ്ഞിട്ട് കുട്ടിച്ചോറാക്കിയ ഒരു രാജ്യം, ഖജനാവില്ലാത്ത കടം കൊണ്ട് മുട്ടിഞ്ഞു കിട്ടുന്ന ഒരു ഭരണക്രമമല്ലായിരുന്നു അന്ന് ഭരതനോട് രാമൻ പറഞ്ഞു വിട്ടത്. നല്ല രീതിയിൽ ഭരിക്കാനും, ഏറ്റവും നല്ല മന്ത്രിമാരുണ്ടാകാനും, കുട്ടികളെയും വൃദ്ധരെയും നോക്കാനും, ഏറ്റവും അമിതമായ നികുതി പിടിക്കാതെ, ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടാതെ, അന്ന് വിളക്കാണെങ്കിൽ എണ്ണയ്ക്ക് കാശ് കൊടുക്കണമായിരുന്നു. ഇതെല്ലാം നോക്കി കൃത്യമായി ജനങ്ങൾക്ക് ആഹ്ലാദിക്കുന്ന രീതിയിൽ നികുതി ഉണ്ടാവണം. അല്ലാണ്ട് അവരെ മുച്ചൂട് നശിപ്പിക്കുന്ന രീതിയിലുള്ള സിസ്റ്റം ആവരുത്. സമീപിക്കാൻ കൊള്ളാവുന്ന ABCD ഉള്ളവനായിരിക്കണം നീ, ആക്സസിബിൾ ആയിരിക്കണം, ബ്രില്യൻ്റ് ആയിരിക്കണം, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ടാവണം, ഡിവോഷൻ ഉണ്ടാവണം, എഫിഷ്യൻറ്റും എഫക്റ്റീവും ആയിരിക്കണം. ഭരത, നമ്മുടെ രാജ്യം 14 വർഷം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ
എനിക്ക് ഇങ്ങനെ ഒരു രാജ്യത്തെ കിട്ടണം. അതുപോലെ അക്ഷരം പ്രതി ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠ അങ്ങ് വന്നല്ലോ, സന്തോഷമായി. ഞാൻ ഇതുവരെ അയോധ്യയിൽ പോയിട്ടില്ല. ഞാനും മരവരിയെടുത്ത് ഞാനും അങ്ങ് ജീവിച്ച പോലെ തന്നെ ഇവിടെ ദർഭപ്പുല്ലിലും കിടന്ന് ഇലയിൽ കിടന്നാ ജീവിച്ചത്. എൻ്റെ ഭാര്യ എവിടെയെന്ന് ചോദിച്ച സമയത്ത് ഭാര്യ എവിടെയെന്ന് കണ്ടിട്ടില്ല 14 വർഷമായിട്ട്. അതുവരെ ആശ്രമം അടിച്ച് നന്ദിഗ്രാമത്തിൽ അടിച്ചുവാരി തുടച്ച മാണ്ഡവിയെയും ശ്രുതകീർത്തിയെയും കാണാൻ ശത്രുഘ്നനോ അതുപോലെ തന്നെ ഭരതനോ സാധിക്കാത്ത വിധം അവർ സംശുദ്ധമായി ജീവിച്ചിരുന്നു എന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഭരതനെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റുമോ? അതുപോലെ ശത്രുക്കൾക്ക് പേടി സ്വപ്നമായിരുന്ന ശത്രുഘ്നനെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇതെല്ലാം അടങ്ങുന്ന സംഗതി. ജടായുവിനെ പോലുള്ള പക്ഷികളെ നമുക്ക് മറക്കാൻ പറ്റുമോ? ആദിത്യം വരളാൻ കാത്തിരുന്നതായിട്ടുള്ള ഹനുമാന്റെ യാത്രയിൽ സുന്ദര ആ കാണ്ഡത്തിലെ അങ്ങൊന്ന് വിശ്രമിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ നോ 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 ഡോണ്ട് ഡു. ഇവിടെ നമ്മൾ അമ്മയ്ക്ക് ഗുളിക വാങ്ങിക്കാനായിട്ട് പോവുകയാണെങ്കിൽ തന്നെ ആരെങ്കിലും ഡാളിയ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന ടീമല്ലേ നമ്മളിൽ പലരും എല്ലാവരും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞത് എല്ലാ വിഷമങ്ങളും സഹിച്ച് സീതയെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ രാമസ്വാമി ഞാൻ എന്തെല്ലാം പണി പറ്റുമെന്നറിയോ, ഇവിടെ നമ്മളൊരു ഗുളിക വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അയ്യോ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ് ഒരു 1.5 പേജ് പറഞ്ഞതിന് ശേഷമാണ് ഗുളിക കിട്ടിയോന്ന് ചോദിക്കില്ല എന്നും പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കണ്ടു ഞാൻ ദൃഷ്ടുവ. എന്തിനാ പറഞ്ഞയച്ചത്? സീത ഉണ്ടോ ഇല്ല എന്ന് അറിയാനാ. അപ്പൊ കണ്ടു എന്ന് മാത്രം പറഞ്ഞാൽ, സീതയെ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. കണ്ടില്ല എന്നും പറയാം, സീത തീർന്നു എന്ന് പറയാം, കൺഫ്യൂഷൻ വരും. അപ്പൊ ഇത്രയും ഷോർട്ട് ഫോമിൽ ഏറ്റവും ബെസ്റ്റ് പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാള്, ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഒരാള് ഹനുമാൻ അല്ലാതെ വേറെ ആരാളുള്ളത്? ഇവിടുത്തെ പത്രക്കാര് എല്ലാം വായിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൂക്ക് പിടിച്ചതായിട്ട് അറിയും, പക്ഷെ അതിലൊന്നും ഉണ്ടാവില്ല. പിറ്റേ ദിവസം തിരുത്തും വരും. ഓക്കെ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അതുപോലെ എല്ലാം നുണ പറയാൻ വേണ്ടി മാത്രമുള്ള ചാനൽ ചർച്ചകളിലൂടെ നമ്മൾ കണ്ട് ഒരുതരം മടുപ്പായി കഴിഞ്ഞു. അവിടെയാണ് ഹനുമാൻ ഏൽപ്പിച്ച കാര്യം ഏറ്റവന്റെ അടുത്ത് കൃത്യമായി മോതിരം നാട്ടുകാരുടെ കയ്യിലല്ലല്ലോ കൊടുത്തയച്ചേ, ഹനുമാന്റെ കയ്യിൽ തന്നെയാണ് കൊടുത്തയച്ചിരിക്കുന്നത്. അത് ജാമ്പവാൻ ഓർമ്മിപ്പിക്കണമുണ്ട്. നമ്മുടെ ഹിന്ദു സമാജത്തിനും അത് തന്നെയാണ്. ഹനുമാൻ എഫക്റ്റ് ഉണ്ടാവണം. പറഞ്ഞ് കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ ആ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പർവ്വതത്തിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ചാടി സമുദ്ര ലംഘനം നടത്തി വേണമെങ്കിൽ ദഹിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാം. 1 പോയവൻ 2 കഴിഞ്ഞ് വെള്ളം തൊടാതെ ഇങ്ങ് വന്നവനാണെന്ന് ഈ സാധാരണ പാഠകന്മാർ പറയും. അതിനെ നെഗറ്റീവായിട്ട് എടുത്താലാണ് ഈ പ്രശ്നം. അല്ലാത്ത നിങ്ങളൊന്ന് ആലോചിച്ചു, 1 പോയേ സീതയെ കാണാൻ, 2 കഴിഞ്ഞില്ലേ? അവിടുത്തെ മുഴുവനും വീതികൾ മനസ്സിലാക്കി, അവിടുത്തെ സിസ്റ്റം മനസ്സിലാക്കി, അവിടുത്തെ ആയുധപ്പുരകൾ മനസ്സിലാക്കി, സാത്വികന്മാരെ മനസ്സിലാക്കി, അല്ലാത്തതൊക്കെ മനസ്സിലാക്കി, ബാക്കിയൊക്കെ ഏതാണ്ട് പകുതിയിലധികം ചുട്ട് കാട്ടിക്കളഞ്ഞതിന് ശേഷം തിരിച്ചു വരികയും ചെയ്തു. ശരിയല്ലേ? 1 പോയാൽ 2 കഴിഞ്ഞിട്ട് വെള്ളം തൊടാതെ ഇങ്ങോട്ട് ചാടി വന്നില്ലേ? അങ്ങനെയുള്ള ഹനുമാൻ ഇവിടെ വന്നിട്ട് വീരവശം ഒന്നും പറഞ്ഞില്ല, കണ്ടേൻ സീതയെ. ഒരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. വേണമെങ്കിൽ തോളത്തെ എടുത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞ സമയത്ത് സീത എന്ന് പറഞ്ഞ സ്ത്രീയുടെ അഭിമാനം അവിടെ നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഭൂമിദേവിക്ക് അപമാനം സഹിച്ച 3ാമത്തെ പ്രാവശ്യവും അപമാനം സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഓർക്കുക, അങ്ങനെ എൻ്റെ ഭർത്താവിന് വിലയില്ലാണ്ടാക്കേണ്ട രീതിയല്ല. അദ്ദേഹം എന്നെ ഇവിടുന്ന് വന്ന് കൊണ്ടുപോയിക്കോളും. പക്ഷേ ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക് വസിഷ്ഠനോടൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു രാമൻ. രാജ്യകാര്യങ്ങളിൽ വരുമ്പോൾ ഞാൻ എത്ര ഉത്തമനായിട്ടുള്ള ഭർത്താവാണെങ്കിലും കൂടി രാജധർമ്മമായിരിക്കും ഞാൻ പാലിക്കുക. അതിന് എൻ്റെ പ്രാണനായിട്ടുള്ള ലക്ഷ്മണനോ എൻ്റെ പ്രേയസിയായിട്ടുള്ള സീതയെ പോലും ഉപേക്ഷിക്കാൻ രാജധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വേറെ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന പ്രതിജ്ഞ പാലിക്കാൻ ഒരുപക്ഷെ നാട്ടിലെ പറയുന്ന ഭദ്രൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ചാരൻ വന്ന് പറയുന്ന സമയത്ത് അപവാദം കേൾക്കേണ്ടി വന്നപ്പോ, അപവാദമില്ലാത്തൊരു രാജാവായിരിക്കണം. ഈ ചക്രവർത്തിയുടെ ഭാര്യയും അതുപോലെ ആയിരിക്കണം. അല്ലാണ്ട് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന സമയത്ത് വെട്ടുകിളിക്കൂട്ടത്തെ പോലെ സംഭാവന പിരിച്ച് എവിടെയെങ്കിലും കൊണ്ട് സമ്പാദിച്ചു വെക്കുന്ന രാജഭരണത്തിന്റെ ഭക്തിപ്പാരാകരുത് എന്ന് രാമായണം നമ്മളോട് ഉദ്ഘോഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവർ കാത്തിരുന്നതും കാര്യങ്ങൾ ചെയ്തത്. അവസാനം ഉപേക്ഷിക്കേണ്ടി വന്ന സമയത്ത് ഉപേക്ഷിച്ചു പോയി എന്നുള്ളത് സത്യം. അന്ന് വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ മക്കൾ നല്ല രണശൂരരായിട്ടുള്ള കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. അടുത്ത തലമുറ പോലും ഹനുമാനെയും ലക്ഷ്മണനെയും അതുപോലെ തന്നെ അശ്വയാഗം നടത്തുന്ന സമയത്ത് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്ന പിള്ളേര് രാമരാജ്യത്തിന്റെ വാക്താക്കളായിരുന്നു. അല്ലാണ്ട് MDMA-യും മദ്യവും മയക്കുമരുന്നും നഗ്നതയും പ്രദർശിപ്പിക്കുമ്പോൾ അവിടേക്ക് ക്യൂ നിൽക്കുന്നത് ഒരുതം നപുംസകലിംഗമായിട്ടുള്ളൊരു യുവതലമുറയായിരുന്നില്ല രാമരാജ്യത്തിന്റെ സങ്കല്പം. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കൽ തന്നെയാണ് രാമരാജ്യത്തിലൂടെ, രാമായണത്തിലൂടെ, ത്തിലൂടെ ഈ പറയുന്ന മഹത് ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പർവ്വതങ്ങളും നദികളും മറ്റെല്ലാ തരത്തിലുള്ള നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിവിടെ നിലനിൽക്കുമെന്ന് പറയുന്നത്. കാരണം അത് നെഞ്ചേറ്റി നടത്താൻ അനേക ദൂരത്ത് നിന്ന് അനേക മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ദിവസം പ്രതി 42ാമത്തെ 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന സൗധത്തിലേക്ക് നമ്മൾ ഇതുപോലെ ഈ നേരത്തും ഒഴുകിയെത്തുന്നുണ്ടെങ്കിൽ
അതിൻ്റെ സംഘാടകരായിട്ടുള്ള മഹത് വ്യക്തികളുടെ ആ കാൽക്കൽ ഞാൻ നമിക്കുന്നു. അത് തന്നെയാണ് ഭാഗവത സത്രത്തിന്റെ പ്രസക്തിയും. അത് ആവർത്തിച്ച് ഈ ലോകത്തിന്റെ അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം അവസാനിക്കും, പക്ഷെ സനാതന ധർമ്മത്തിന് നിലനിർത്താൻ സാധിക്കും. കാരണം അത് സനാതനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്, അതിനാദ്യമോ അന്തമോ ഇല്ലാത്തതാണ്. പക്ഷെ അത് നിലനിർത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തും. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഭഗവാൻ എനിക്ക് അവസരം നൽകുമെങ്കിൽ ഇതിൽ ആദ്യത്തെ 2 പേജ് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. 9 പേജാണ് എൻ്റെ റെഫറൻസിൽ ഉണ്ടായിരുന്നത്. ഓർക്കുക, സനാതനധർമ്മം നിലനിർത്താൻ തത്വം നിലനിൽക്കും. നമ്മുടെ മനോജ്ജി പറഞ്ഞതുപോലെ ആർഷവിദ്യാസത്തിന്റെ തത്വങ്ങൾ നിലനിൽക്കും. അത് നിലനിർത്തണമെങ്കിൽ അധ്യയനം വേണം, ഇത് പഠിക്കണം. എൻ്റെ പുസ്തകത്തിന്റെ അരികുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം ഞാൻ തുറന്ന് നോക്കിയെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അധ്യയനം, അധ്യാപനം, ആചരണം, അനുഷ്ഠാനം, സംരക്ഷണം, പ്രചാരണം, ഇത്രയും കാര്യത്തിലൂടെ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ധർമ്മം നിലനിർത്തൂ. സനാതന തത്വം നശിക്കില്ല, പക്ഷെ സനാതന ധർമ്മത്തെ നിലനിർത്താനുള്ള ഈ കാലിയുഗത്തിലെ ആ ഉത്തരവാദിത്വം കൂടി ഈ രാമായണത്തിന്റെ പേരിലുള്ള ആ ശീലുകളിലൂടെ, ഭാഗവത ശീലുകളിലൂടെ, ഭക്തിയിലൂടെ, മുക്തിയിലൂടെ ഈ മഹത്തായിട്ടുള്ള ദേവന്മാര് പോലും വന്നു പറക്കേണ്ട ഒരു ഗായന്ത് ദേവോ കിലഗീതഗാനി ധന്യാസ്തുതയെ ഭാരതഭൂമി വാലെ. കലിയുഗത്തിൽ ഈ ഭാരതത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ എനിക്ക് ഭാഗ്യമരുളണേ എന്ന് പറഞ്ഞ പുന്താനത്തിന്റെ ഈ നാട്ടിൽ ഇവിടുത്തെ ഒരു പുൽക്കൊടിക്ക് പോലും അനേകം യുഗങ്ങളോളം ഏറ്റവും നല്ല രീതിയിൽ നയിക്കാൻ സാധിക്കുന്ന ഒരു ആത്മീയമായിട്ടുള്ളൊരു സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിൻ്റെയും ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സത്രവേദിയിലേക്ക് നിങ്ങൾ എല്ലാവരും മനസ്സും ശരീരവും തനമന ധനസമർപ്പകമായിട്ട് ഇനിയും ചെയ്യാൻ ഈ മഹത്തായ ഭാരതത്തിന്റെ ഭൂമിയെ നിലനിർത്താൻ സാധിക്കുമാറാകട്ടെ. അതിന് നമ്മളെ എല്ലാ തരത്തിലുള്ള ഗുരുകാരണവന്മാരും ഈശ്വരന്മാരും നമ്മുടെ മാതാക്കളും ആ ചെയ്ത പുണ്യം ഇവിടെ പ്രവഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.